ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ 2 വർഷം പൂർത്തിയാക്കാൻ പോകുന്നു ഈ ഒക്ടോബർ 7-ന്. തത്സമയ വംശഹത്യ കണ്ട് ലോകമാകെ നടുങ്ങി നിൽക്കുകയും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇസ്രായേലിനെതിരായ വലിയ പ്രതിഷേധാഗ്നിയായി അത് ലോകം മുഴുവൻ പടരുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. UN അസംബ്ലിയിൽ പ്രസംഗിക്കാൻ പോകുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് കൂക്കിവിളികളും വിയോജിപ്പുകളും മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ബഹുമാനത്തോടെ കേട്ടിരിക്കുന്ന ആൾക്കൂട്ടത്തെ ഇപ്പോൾ നിലനിർത്താൻ അവർക്ക് കഴിയുന്നില്ല. ലോകമെമ്പാടും വലിയ തോതിലുള്ള ഭ്രഷ്ട് ഒരർത്ഥത്തിൽ ആ രാജ്യം നേരിടുകയാണ്. അപ്പോഴാണ് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ എന്ന മട്ടിൽ അമേരിക്ക വീണ്ടും രംഗപ്രവേശനം ചെയ്യുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹവും നെതന്യാഹുവും മാത്രം കൂടിയിരുന്ന് ഒരു പരിഹാര ഫോർമുല ഉണ്ടാക്കുന്നു. അത് ഹമാസിന് മുൻപിലേക്ക് വെക്കുന്നു. ഇത് അംഗീകരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, 72 മണിക്കൂർ സമയം തരും, ഇല്ലെങ്കിൽ സർവനാശമെന്ന സ്ഥിരം ഭീഷണിയും. പക്ഷെ അതിൽ ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നു തന്നെ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് പന്ത് അപ്പുറത്തേക്ക് തട്ടിയിരിക്കുന്നു ഇപ്പോൾ ഹമാസ്. എന്ന് വെച്ചാൽ പൂർണ്ണതോതിലുള്ള അംഗീകാരമല്ല. കാരണം ഈ 20 നിർദ്ദേശങ്ങളുടെ ആകത്തുക ഹമാസിനെ എന്നല്ല ഫലസ്തീൻ രാഷ്ട്രമെന്ന ആശയത്തെ തന്നെ വഞ്ചിക്കുന്ന നിലയിലുള്ളതാണ്. അതുകൊണ്ട് അത് അംഗീകരിച്ചു പോവുക ഒരു സ്വാതന്ത്ര്യ സമര മൂവ്മെന്റിന് കഴിയുന്നതല്ല. എങ്കിലും ഇപ്പോഴത്തെ ഈ ആക്രമണം അവസാനിപ്പിക്കാൻ ചില കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു ഹമാസ്. ഒരുപക്ഷെ മുൻപേ തന്നെയും ഇങ്ങനെ ഒരു സീസ് ഫയർ അഗ്രിമെന്റ് വരുന്നതിന് മുൻപേ തന്നെയും ഹമാസ് പ്രഖ്യാപിച്ചിട്ടുള്ള നയനിലപാടുകൾ തന്നെയാണ് ഇപ്പോഴും അവർ പറയുന്നത്. ബന്ദികളെ കൈമാറാം, ബന്ദികളെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അപ്പുറത്ത് നിങ്ങൾ അന്യായമായി പിടിച്ചു വെച്ചിരിക്കുന്ന ആളുകളുടെ മോചനത്തിന് വേണ്ടിയാണ്. അത് തരാമെന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ബന്ദികളെ ഞങ്ങളും കൈമാറാം എന്ന നിലപാട് അവർ വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷെ അതെങ്ങനെ, എപ്പോൾ, ഗസയുടെ പുനർനിർമ്മാണം എങ്ങനെ, ഗസയുടെ തുടർന്നുള്ള ഭരണം എങ്ങനെ പോലുള്ള കാര്യങ്ങൾ വളരെ വിശദമായ ഒരു ചർച്ച ആവശ്യമുണ്ട് എന്ന പോയിന്റ് കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് അതിനെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഹമാസിന്റെ നിലപാടിനെ ട്രംപും സ്വാഗതം ചെയ്യുകയും അദ്ദേഹം അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. സമാധാനം അവരാഗ്രഹിക്കുന്നു എന്ന തലക്കെട്ടോടെ. അതിനുശേഷം ഇസ്രായേലിനോട് നിങ്ങൾ ഗസയിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങൾ ഇന്നും പഴയ പടി തന്നെയായിരുന്നു. ഇതൊരു നിർണായക ഘട്ടമാണ് എന്ന് തോന്നുന്നു. ഇത് അമേരിക്ക അവസാനിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി മോദി ഈ സമാധാനത്തിന് വേണ്ടിയുള്ള അമേരിക്കയുടെ ഇടപെടലിനെ പ്രശംസിച്ച് രംഗത്ത് വരികയാണ്. എന്ന് വെച്ചാൽ ഈ സമാധാനമുണ്ടാക്കാൻ അമേരിക്ക നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഹമാസിനും വിയോജിപ്പൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ അതെന്തുമാത്രം സാധ്യമാകും? ഇപ്പോഴത്തെ ഈ സീസ് ഫയർ ഡീൽ അല്ലെങ്കിൽ സമാധാന ഡീൽ സാധ്യമാക്കാൻ അമേരിക്കയ്ക്ക് എങ്ങനെ കഴിയും? അതിലെ വെല്ലുവിളികൾ എന്തെല്ലാമായിരിക്കും? ഒപ്പം ഇതിൽ തന്നെ ഫലസ്തീൻ രാഷ്ട്രം എന്ന അടിസ്ഥാന ആവശ്യം അത് എവിടെയാണ്? ഈ സമാധാനത്തിൻ്റെ വെടിനിർത്തലിൻ്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന വിഷയം സംസാരിക്കുകയാണ് നമ്മളിന്ന് സ്പെഷ്യൽ എഡിഷനിൽ. ഈ ചർച്ചയിൽ എന്നോടൊപ്പം ആദ്യം CMCA നാസർ, മീഡിയ വൺ മിഡിൽ ഈസ്റ്റ് ന്യൂസ് ഹെഡ് ആദ്യം തത്സമയം ചേരുന്നു. അതിനുശേഷം ഞാൻ അതിഥികളിലേക്ക് പോകാം എന്ന് വിചാരിക്കുകയാണ്. MCA, ഈ എഗ്രിമെൻ്റ് അംഗീകരിക്കുകയാണ് ഭാഗികമായി ഇപ്പോൾ ഹമാസ്. എന്ന് വെച്ചാൽ വെടിനിർത്തലിലേക്ക് പോകാനുള്ള സാഹചര്യം സംജാതമായിരിക്കുന്നു. ആക്രമണം നിർത്താൻ ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിട്ട് ഇന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ ഗസയിൽ? നിഷത്, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം ഇന്ന് രാവിലെ ഒരു പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. കാരണം ഇസ്രായേൽ സേന തന്നെ സൈന്യത്തിന് നിർദ്ദേശം നൽകി വലിയ തോതിലുള്ള ആക്രമണങ്ങൾ പാടില്ല, ആക്രമണത്തിൻ്റെ തോത് കുറച്ചു കൊണ്ടുവരണം, അതോടൊപ്പം തന്നെ പ്രതിരോധം ഡിഫൻസിൽ മാത്രം ഊന്നിക്കൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ അതല്ല സംഭവിച്ചിരിക്കുന്നത്. തെക്കൻ ഗസയിലെ മവാസി ക്യാമ്പിന് നേരെ ആക്രമണം നടന്നു. അവിടെ 2 കുട്ടികൾ മരണപ്പെട്ടു. മൊത്തം ഇതുവരെ ഇന്ന് പകൽ മാത്രം 20 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കാരണം ഇന്നലെ അർദ്ധരാത്രി ട്രംപ് നിർദ്ദേശിച്ചത് അടിയന്തരമായി ഈ ആക്രമണം അവസാനിപ്പിക്കണം, എങ്കിൽ മാത്രമേ ബന്ദികളെ സുരക്ഷിതമായിട്ട് കൈമാറാൻ സാധിക്കൂ എന്ന് ഹമാസ് വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ അതിന് മുതിരണം എന്നാണ് ട്രംപ് നിർദ്ദേശിച്ചത്. പക്ഷേ ട്രംപിൻ്റെ ഏകപക്ഷീയമായ തീരുമാനം, പ്രഖ്യാപനം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ ഒട്ടും തന്നെ ദഹിച്ചിട്ടില്ല. അതിൻ്റെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിലെ പ്രതിപക്ഷവും പൊതുസമൂഹവും ഈ ബന്ദികളെ കൈമാറാൻ ലഭിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച ഒരു സന്ദർഭമാണിത്. ഇതും അട്ടിമറിക്കാൻ നെതന്യാഹുവിനെ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ രാത്രിയിലിപ്പം 10,000-ങ്ങളാണ് ഇപ്പം തെലവീവിലും ജെറൂസലമിലും ഒക്കെ അണിചേർന്നുകൊണ്ട് നെതന്യാഹുവിനെതിരായിട്ടുള്ള റാലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആഭ്യന്തരമായിട്ടുള്ള സമ്മർദ്ദം ട്രംപും നേരിടുന്നുണ്ട്. കാരണം അമേരിക്കൻ സമൂഹത്തിൽ വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം ഈ ഗസ യുദ്ധക്കെതിരെ രൂപപ്പെട്ടിട്ടുണ്ട്. പൊതുസമൂഹം അതിനെതിരാണ് എന്നൊരു വികാരം യൂറോപ്യൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ അലയടിക്കുന്ന ആ വികാരം കൂടിയാണ് മുൻനിർത്തിക്കൊണ്ടാണ് ഈ
ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ അനുകൂല പ്രതികരണത്തെ, ഈ സന്ദർഭത്തെ പ്രയോജനപ്പെടുത്തണം എന്നൊരു തീരുമാനത്തിലേക്ക് ട്രംപിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഹമാസിനെ ആണെങ്കിൽ നേരത്തെ അവരുടെ നിലപാടുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും തൽക്കാലം ഇത് അപ്പടി 20 ദിന പദ്ധതി തള്ളുക എന്നതിനർത്ഥം ഇപ്പോൾ തങ്ങൾക്ക് അനുകൂലമായിട്ട് രൂപപ്പെട്ട ഒരു ലോകത്തെ പൊതുജന വികാരമുണ്ട്. ആ വികാരത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും അങ്ങനെ ഈ പ്രശ്നത്തിന്റെ കാരണക്കാരായിട്ട് ഹമാസിലേക്ക് എല്ലാ ചാരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് ഹമാസ് നേതൃത്വം വിലയിരുത്തി. അതിന് ഹമാസിനെ ഖത്തറും ഈജിപ്തും തുർക്കിയും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ തോതിൽ തന്നെ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചയാകാം, അതിനു മുമ്പ് ഈ ബന്ദികളെ പൂർണ്ണമായിട്ട് തങ്ങൾ കൈമാറാൻ ഒരുക്കമാണ് എന്നൊരു പ്രഖ്യാപിത നിലപാട് ഹമാസ് നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് നേരത്തെയും അവർ സ്വീകരിച്ചതാണ്. അതിന് 2 ഉപാധികളായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ചത്. ഒന്ന്, യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിക്കണം. 2, സൈന്യം പിന്മാറണം. ആ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പ്രതികരണത്തിലും ഉള്ളത്. യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം. അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയാൽ മാത്രമേ ഗസ സിറ്റിയിലും മറ്റും പാർപ്പിച്ചിരിക്കുന്ന ഈ തടവുകാരെ സ്വതന്ത്രമായിട്ട് കൈമാറാൻ സാധിക്കൂ. നിലവിൽ 20ഓളം ജീവനോടെയുള്ള ബന്ദികളുണ്ട്. അതോടൊപ്പം തന്നെ 28 ബന്ദികളുടെ മൃതദേഹങ്ങളുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ ഒരു വിലയിരുത്തൽ. അത് ഒരുമിച്ച് തന്നെ കൈമാറാൻ ഒരുക്കമാണ്. അതിലൂടെ 250 ജീവപര്യന്തം തടവിന് സൃഷ്ടിച്ച പലസ്തീൻ തടവുകാരെയും 1700 സ്വതന്ത്രമായിട്ട് ഉള്ള പലസ്തീൻ തടവുകാരെയും വിട്ടയക്കാം. ഈ ഒരു ഉപാധിയുടെ ഭാഗമായിട്ടുള്ള ഒരു നിർണയിച്ചിരിക്കുന്ന കാര്യം അതാണ്. പക്ഷേ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങണമെങ്കിൽ ആക്രമണം അവസാനിക്കണം. അതോടൊപ്പം തന്നെ ചർച്ചകളിലൂടെ ഈ സൈനിക പിന്മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് വരുമോ എന്ന ഒരു ചോദ്യമാണ് ഈ രാത്രിയിലും ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിലും അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് ട്രംപ് ഭരണകൂടം തന്നെയാണ്. ഇസ്രായേലിന്റെ മന്ത്രി അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമായി ഇപ്പോൾ ചർച്ച തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട്, ഇതൊരു ഗസ യുദ്ധവിരാമത്തിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ കരുതിയത് ഹമാസ് ഈ ഒരു നിർദ്ദേശം പൂർണ്ണമായിട്ട് തള്ളും. അങ്ങനെ വരികയാണെങ്കിൽ ആ സന്ദർഭം പ്രയോജനപ്പെടുത്തി കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഗസ സിറ്റിയിലും മറ്റും അഴിച്ചുവിടാം. അങ്ങനെ പൂർണ്ണമായിട്ടും ഹമാസിനെ കീഴടക്കാൻ ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്താമെന്നായിരുന്നു നെതന്യാഹുവും നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ MCA, ഇവിടെ സാധാരണ നിലയ്ക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു 20 ദിന പദ്ധതിയാണ് അമേരിക്കയും ഇസ്രായേലും കൂടി ഗസയുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും വഞ്ചനയുടെ ലാഞ്ചന അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇവർ അംഗീകരിക്കാൻ സാധ്യതയില്ല എന്ന് അവർ വിചാരിക്കുകയും ചെയ്യുന്നു. ആ ചുവട് പിടിച്ച് നേരത്തെ MCA ചൂണ്ടിക്കാണിച്ചതുപോലെ ആക്രമിക്കാം. പക്ഷേ അപ്രതീക്ഷിതമായി ഹമാസ് നമുക്കാവാം, സന്ധിയാവാം എന്ന ഒരു സൂചന കൊടുക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയായിപ്പോയോ ഈ അംഗീകാരം? കാരണം നെതന്യാഹു വ്യക്തിപരമായി തന്നെ ആഗ്രഹിക്കുന്നില്ലല്ലോ യുദ്ധത്തിൻ്റെ വിരാമമോ അല്ലെങ്കിൽ ഒരു സീസ് ഫയറോ ഒന്നും. അപ്പോൾ ആ രോഷമാണോ ഇന്നത്തെ ഈ കൊലപാതകത്തിൽ നമ്മൾ കാണുന്നത്? നിഷാദ്, തീർച്ചയായിട്ടും. കാരണം വളരെ ഞെട്ടിക്കുന്ന ഒരു പ്രതികരണമാണ് ട്രംപിൽ നിന്ന് ഉണ്ടായതെന്ന് നെതന്യാഹുവും അദ്ദേഹവുമായിട്ട് അടുത്ത വൃത്തങ്ങളൊക്കെയും ഇസ്രായേൽ മാധ്യമങ്ങൾ മുഖേന വിലയിരുത്തുന്നുണ്ട്. കാരണം ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം വൈറ്റ് ഹൗസിൽ ആ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ പോലും നേരത്തെ അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച ചില സ്വീകാര്യമായിട്ടുള്ള ഫോർമുലകൾ 20 ദിന പദ്ധതിയിലുണ്ടായിരുന്നു. പക്ഷേ അതുപോലും നെതന്യാഹു ഇടപെട്ടുകൊണ്ട് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ഒരു പദ്ധതിയിലേക്ക് പൂർണ്ണമായിട്ട് മാറ്റുകയായിരുന്നു. അതുമാത്രമല്ല, വൈറ്റ് ഹൗസിൽ നിന്ന് തെല്ലവീവിൽ തിരിച്ചെത്തിയ നെതന്യാഹു നടത്തിയ പ്രതികരണം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം സൈന്യം പൂർണ്ണമായി തന്നെ ഗസയിൽ തുടരും. പിന്നെ അതോടൊപ്പം തന്നെ ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യും. ഈ ലക്ഷ്യങ്ങൾ നടത്താതെ ഈ ഒരു ആക്രമണവും പിന്നെ തങ്ങൾ അവസാനിപ്പിക്കുകയില്ല എന്നൊരു പ്രഖ്യാപിത നിലപാട് കൈക്കൊണ്ടിരുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ടും നിലവിലുള്ള പൊതുജന വികാരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ 20 ദിന പദ്ധതി പൂർണ്ണമായിട്ടും തള്ളുന്നത്. ശ്രീനിവാസൻ, മുൻ അംബാസഡർ തത്സമയം, ഒപ്പം മോഹൻ വർഗീസ് വിദേശകാര്യ നിരീക്ഷകൻ, സജി മാർക്കോസ് നിരീക്ഷകൻ എന്നിവരാണ് ഉള്ളത്. ആദ്യം ഇതിനകത്ത് TP ശ്രീനിവാസൻ, അമേരിക്കയുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നു ഇപ്പോൾ തീരുമാനമെടുക്കാനും നടപ്പിലാക്കാനുമുള്ള റോൾ. കാരണം ഹമാസ് അംഗീകരിക്കുകയും ഹമാസിന്റെ തീരുമാനത്തെ പ്രസിഡന്റ് സ്വാഗതം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഇനി ഈ കാര്യത്തിൽ ഒരു സ്റ്റെപ്സ്, അടുത്ത ഘട്ടം കടക്കാനുള്ള ഉത്തരവാദിത്വം അമേരിക്കയുടെ കയ്യിലാണ്. അമേരിക്ക നിർത്താൻ പറയുന്നു, പക്ഷേ നെതന്യാഹു അദ്ദേഹത്തിന്റെ IDF നിർത്തുന്നില്ല. അമേരിക്ക എങ്ങനെയായിരിക്കും അടുത്ത ഘട്ടത്തെ ടാക്കിൾ ചെയ്യാൻ പോകുന്നത്? എങ്ങനെയായിരിക്കും? യഥാർത്ഥത്തിൽ ഞാൻ ഇത്ര പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ 20 പോയിന്റ് പ്രോഗ്രാം. ഇന്ന് രാവിലെ മീഡിയ 1 6 മണിക്ക് എന്നെ വിളിച്ചുണർത്തിയാണ് ഈ വിവരം അറിയിച്ചത്. പക്ഷെ എനിക്ക് വളരെ അതിശയം തോന്നി. ഇത് ഒരിക്കലും നടക്കാത്ത ഒരു പ്ലാനായിട്ടാണ് എൻ്റെ മനസ്സിലുണ്ടായത്. ഇത് സൃഷ്ടിച്ചവർ 4 പേരാണ്: പ്രസിഡന്റ് ട്രംപ്,
പ്രധാനമന്ത്രി നെതന്യാഹു, പ്രസിഡന്റിന്റെ സൺ-ഇൻ-ലോ ആൻഡ് ദി ഫോമർ പ്രൈം മിനിസ്റ്റർ യു.കെ. ഈ 3 പേർക്കും, ഈ 4 പേർക്കും മനസ്സിലുള്ളത് ഒരു സമാധാനമോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്ഹുഡിനെ പറ്റിയുള്ള തീരുമാനമോ. അവരുടെ മനസ്സിലുള്ളത് റിയൽ എസ്റ്റേറ്റ് ആറ്റിറ്റ്യൂഡ്. അതിൽ നിന്ന് ഉയർന്നു വന്ന ഈ ഒരു പ്രസ്താവന എങ്ങനെ ഹമാസ് അംഗീകരിക്കുമെന്ന് എനിക്ക് അതിശയം തോന്നി. പക്ഷെ അത് അംഗീകരിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. 2 കാര്യങ്ങൾ ഇതിൽ നിന്ന് സാധിക്കാമെങ്കിൽ ഈ 20 പോയിന്റ് പ്ലാൻ നല്ലതാണെന്ന്. ഒന്നാമത് ഹമാസുകാരെ വിട്ടുകൊടുക്കുക ഹോസ്റ്റേജസിന്. അവരതിന് തയ്യാറാണെന്ന് പറയുന്നെങ്കിലും ഇനി എത്രയോ കണ്ടീഷൻസ് അവർ മുന്നോട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ഇതൊരു അവസരമാണ് ഹോസ്റ്റേജസിനെ വിട്ടുകൊടുക്കാനുള്ളത്. അത് ഉപയോഗിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതും അത് കൺസീഡ് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഹമാസിന് തോന്നുന്നത്. പിന്നെ ഒരു സീസ് ഫയർ. പിന്നെ വർഷങ്ങളോളം നമ്മൾ ഇതന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ആക്ഷൻ പ്ലാൻ വരാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ തോന്നുന്നത്. അപ്പോൾ അത് സാധിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവിലാണ് ഇപ്പോൾ എല്ലാവരും നീങ്ങുന്നത്. പക്ഷെ അത് തന്നെ എത്രയോ പ്രശ്നമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലായി. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇന്നും കൊലപാതകം നടക്കുകയാണ്. അപ്പോൾ ഇതിലൊരു വലിയ എക്സ്പെക്റ്റേഷൻ നമുക്ക് വേണ്ട. കാരണം ഈ പ്ലാൻ ഒരിക്കലും ഇംപ്ലിമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ സമാധാനം സ്ഥാപിക്കാനോ ഉണ്ടായിട്ടില്ല. ഒന്നാമത് വലിയ പ്രഷർ ഇസ്രായേലിനുണ്ട്. വെളിയിൽ നിന്ന് തന്നെയല്ല, ഇസ്രായേലിൽ തന്നെയും. അതുപോലെ UN അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ കേൾക്കാൻ ആരുമില്ലായിരുന്നു എന്നുള്ളത് വളരെ ഒരു വലിയ പ്രഷർ അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരുത്തുന്ന സിറ്റുവേഷനിൽ നിന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. പ്രസിഡന്റ് ട്രംപ് പിന്നെ എന്താണ് ഇപ്പൊ പറയുന്നത് പിന്നെ പറയുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഐക്യരാഷ്ട്ര സംഘടനയെ മുഴുവനായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് ഇന്നൊരു ഭാവിയില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് പറയുന്നത് പീസ് കീപ്പിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ UN റോൾ കൊടുക്കാം. ഇതിലൊന്നും യാതൊരു യാഥാർത്ഥ്യമോ യാതൊരു തരത്തിലുള്ള സിൻസിയറിറ്റിയോ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന്ന് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്നത് ഹോസ്റ്റേജസിനെ വിട്ടുകൊടുക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലിന് കുറച്ച് സമാധാനമാകും. അതുപോലെ പീസ് ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു യുദ്ധമില്ലാത്ത ഒരു സ്ഥിതി അവിടെ ഉണ്ടായാൽ അത് എല്ലാവർക്കും നല്ലതാണ്, ലോകത്തിന് ഒരു ആശ്വാസം. ഇതിൽ കൂടുതലൊന്നും നമ്മൾ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അല്ല TP ശ്രീനിവാസനെ താങ്കൾ പറഞ്ഞത് സത്യത്തിൽ ഇത് എന്താണ് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഫോർമുല മുന്നോട്ട് വെക്കുക, പക്ഷെ അംഗീകരിക്കുന്ന അപ്രതീക്ഷിതമായ സാഹചര്യം ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇത് അവസാനിപ്പിക്കാതിരിക്കാൻ പിന്നെയും മറ്റു മാർഗങ്ങൾ നോക്കുകയായിരിക്കില്ലേ ചെയ്യുക ട്രംപും അല്ലെങ്കിൽ നെതന്യാഹുവും ഒക്കെ? അത് എല്ലാവരും, ഈവൻ ഹമാസ് will not completely agree with all this. അവര് ഒരു മാക്സിമം അവർ ചെയ്യുന്നത് ഇവരെ വിട്ടുകൊടുക്കുക, ഹോസ്റ്റേജസിനെ വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രം. വേറൊന്നും അവർക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല. കാരണം അവരെന്തിനാണ് ഒക്ടോബർ 7 യുദ്ധം തുടങ്ങിയത്? പാലസ്തീൻ എന്നുള്ള ആശയം നശിക്കാതിരിക്കാൻ വേണ്ടിയാണ്. സൗദി അറേബ്യയും കൂടെ അബ്രഹാം അക്കോർഡ്സിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ പാലസ്റ്റൈൻ എന്നുള്ള ഒരു വിചാരം പോലും ആർക്കും ഉണ്ടാകില്ല. ഈ അടുത്ത നടന്ന വലിയ കോൺഫറൻസുകൾ G20 ഉൾപ്പെടെ, അത് ഡൽഹിയിൽ നടന്ന കോൺഫറൻസ് ആണ്. നമുക്ക് എല്ലാ സിമ്പതിയും ഉണ്ട്. പക്ഷെ വേർഡ് പാലസ്റ്റൈൻ ഡിഡ് നോട്ട് കം ദേർ. അതുപോലെ എത്രയോ യോഗങ്ങൾ നടത്തിക്കുന്നു. ആരും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് സൗദി അറേബ്യയും കൂടെ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ പാലസ്റ്റൈൻ എന്നുള്ള ഒരു ആശയം തന്നെ മുഴുവനായിട്ട് അപ്രത്യക്ഷമാണ്. അതിനുവേണ്ടിയാണ് അവർ തങ്ങളെ തന്നെ ബലി കഴിക്കേണ്ടി വന്നാൽ പോലും ഇത് മുന്നിൽ കൊണ്ടുവരണം എന്നുദ്ദേശിച്ചാണ് അവർ ആക്രമിച്ചത്. അതവർ വിജയിക്കുകയും ചെയ്തു. പാലസ്റ്റൈൻ ഇപ്പോ ലോക അജണ്ടയുടെ മുമ്പിലാണ്. പക്ഷെ 66,000 പാലസ്റ്റീനിയൻസാണ് അത് കുഴി കൊടുക്കേണ്ടി വന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത ആളുകൾ എങ്ങനെയാണ് ഈ സോ കോൾഡ് പീസ് പ്ലാൻ അംഗീകരിച്ചത്? അതാരാണ് ഇംപ്ലിമെന്റ് ചെയ്യുക? ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിന്റെ അനുവാദമില്ലാതെ ഒരു പീസ് കീപ്പിംഗ് ഓപ്പറേഷനും UN നടത്താൻ പറ്റില്ല. അത് സാധ്യമാവുകയാണ്. പ്രസിഡന്റ് ട്രംപിന് യാതൊരു ബഹുമാനവുമില്ല ഐക്യരാഷ്ട്ര സംഘടന. അപ്പോൾ അത് എങ്ങനെയാണ് ഐക്യരാഷ്ട്ര സംഘടന ഇത് ഉൾപ്പെടുത്തുക? അതില്ലെങ്കിൽ ഇപ്പൊ നമ്മളോട് പലരും ചോദിക്കുന്നുണ്ടല്ലോ, ഇന്ത്യൻ ആർമി പോകുമോ, നമ്മൾ പീസ് കീപ്പിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ? അതിനൊക്കെ മറുപടിയേ ഉള്ളൂ, ഇഫ് ഇറ്റ് ഈസ് എ UN ഓപ്പറേഷൻ വിൽ കൺസിഡർ നാച്ചുറലി. പക്ഷേ ഇങ്ങനെ ഒരു പ്രസിഡന്റ് ട്രംപ് പ്രിസൈഡ് ചെയ്യുന്ന ഒരു ബോർഡ് ഓഫ് പീസ്, എത്ര മനോഹരമായ വാക്ക്. ശരിയാണ്, മനോഹരമായ വാക്കാണ്. അത് അദ്ദേഹം ഇസ്രായേലി പ്രധാനമന്ത്രിയും മറ്റു രണ്ട് ഈ സാമ്പത്തിക കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന രണ്ടുപേർ, അങ്ങനെ ഉണ്ടായ ഒരു പ്രോഗ്രാം തീർച്ചയായിട്ടും അതിന് യാതൊരു സാധ്യതയുമില്ല. പക്ഷെ എന്തെങ്കിലും നല്ലതുണ്ടായാൽ നന്നാകട്ടെ എന്ന് നമുക്കെല്ലാം ആശ്വസിക്കാം എന്നുള്ളതാണ്.
ശരി ശരി ഞാനൊന്ന് പറയാം. സജി മാർക്കോസ്, ഇവിടെ ഇപ്പോൾ ഒരു ഡീൽ പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വെക്കുന്നു. അത് ഹമാസ് അംഗീകരിച്ചിട്ടുള്ള സന്തോഷം അദ്ദേഹം പങ്കുവെക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഇസ്രായേലിനോട് നിർത്താൻ പറയുന്നു. പക്ഷേ ഇസ്രായേൽ നിർത്തുന്നില്ല. ഇന്നും 20-ലധികം ആൾക്കാരെ കൊന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സത്യത്തിൽ ഇതിനകത്തെ പ്ലേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കീ പ്ലെയർ അമേരിക്കയാണെന്ന് എല്ലാവർക്കും അറിയാം. അമേരിക്ക ഇത് അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇനി ഹമാസ് എന്തുമാത്രം പച്ചക്കൊടി കാണിച്ചാലും അമേരിക്കയുടെ പ്ലാൻ വേറെ തന്നെയാണ്. ഒരു ഇൻവിൻസിബിൾ പ്ലാനാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്നും ആളെ കൊല്ലുന്നത് എന്നല്ലേ നമ്മൾ സാധാരണയിലേക്ക് മനസ്സിലാക്കേണ്ടത്. നിഷാദെ, തീർച്ചയായിട്ടും അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന 20 ദിന പരിപാടിയെ ഭാഗികമായിട്ടെങ്കിലും അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായപ്പോഴും ഇന്നും അവിടെ ആക്രമണമാണ് നടന്നിരിക്കുന്നത്. അത് നിശ്ചയമായും അമേരിക്കയുടെ അറിവോടുകൂടി തന്നെയാണ്. അപ്പൊ ശാശ്വതമായൊരു പരിഹാരം ഇത് ഉണ്ടാകാനായിട്ട് ഉപകരിക്കില്ലെങ്കിലും അമേരിക്കയെ സംബന്ധിച്ച് സമ്മർദ്ദങ്ങളുണ്ട്. കാരണം ലോക രാഷ്ട്രങ്ങളിലെ മിക്ക രാഷ്ട്രങ്ങളും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ പലതും അംഗീകരിച്ചിരിക്കുന്നു, പാലസ്തീനെ അംഗീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നു. എല്ലാ രാജ്യങ്ങളും വളരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നു. അതേസമയം നൊബേൽ പ്രൈസിൽ കണ്ണു നട്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ട്രംപ്. അപ്പൊ ആ നിലയിൽ നോക്കുമ്പോൾ ഇപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു സ്ഥിതി ശരിക്കും അമേരിക്ക മുന്നിലുണ്ട്. അതേസമയം ഇസ്രായേലിന് മുമ്പിൽ ഇപ്പോൾ ഒന്നും ചെയ്യരുത് എന്നുള്ളൊരു നിലപാടുമാണുള്ളത്. ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് അവിടെയുണ്ട്. അപ്പൊ വെച്ചിരിക്കുന്ന 20 ദിന പരിപാടി ശരിക്കും അതിനകത്ത് ഗുണകരമായി തീരുന്നു. ആ 20 ദിന പരിപാടി പ്രായോഗികമല്ല എന്നുള്ളത് ഒരു വശം നിൽക്കട്ടെ, അത് ഗുണകരമായി തീരുന്നത് അമേരിക്കയ്ക്കും ട്രംപിന് മാത്രമായിരിക്കും. ഗസയ്ക്ക് പ്രത്യേകിച്ച് ഗുണകരമായി തീരുമെന്ന് വിചാരിക്കാൻ നിർവാഹമില്ല. എങ്കിലും അതിനകത്ത് ഷോർട്ട് ടൈം പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ വൾണറബിൾ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഗസയിലെ ജനങ്ങളുടേത്. അപ്പം പെട്ടെന്നൊരു വെടിനിർത്തൽ, അതുപോലെ അവർക്ക് വേണ്ട ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് അവിടെ കിട്ടുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് നിലപാടെടുക്കുന്നതിനും തയ്യാറാകേണ്ട ഒരു സാഹചര്യം ഗസയിൽ ഉള്ളത് കൊണ്ട് അതുകൊണ്ടാണ് പാർഷ്യലായിട്ടെങ്കിലും ഹമാസ് അത് അംഗീകരിച്ചത്. അത് തികച്ചും പ്രതീക്ഷിച്ചിരിക്കാൻ സാധ്യതയില്ല ഇസ്രായേലിന്റെ പക്ഷത്തു നിന്ന്. അപ്പോ ഇപ്പൊ അവർക്ക് എത്രയും പെട്ടെന്ന് വെടിനിർത്തുക, അത് ഒരുപക്ഷെ സാധ്യമാണ്. ഹോസ്റ്റേജിന് വിട്ടുകൊടുക്കുക, പകരം അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റൻഷനിൽ വെച്ചിരിക്കുന്ന, ഒരു കുറ്റപത്രം പോലും നൽകാതെ വെച്ചിരിക്കുന്ന ഏതാണ്ട് 10,000-ഓളം തടവുകാരുണ്ട് ഇസ്രായേലിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നത്. ചുരുങ്ങിയത് അതിനകത്ത് 3,000 പേരെങ്കിലും ഒരുവിധ കുറ്റാരോപണം നടത്താതെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവരെ അങ്ങോട്ട് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ സാധ്യമായ ഒരു കാര്യം. ഇത്രയും കാര്യങ്ങൾ ഒരുപക്ഷെ സാധ്യമായേക്കാം. അതായത് ഈ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡും വെടിനിർത്തലും ഒരു പക്ഷത്തു നിന്നും മറുപക്ഷത്തു നിന്ന് ഹോസ്റ്റേജിന് വിട്ടുകൊടുക്കുകയും ഒരുപക്ഷെ സാധ്യമായിരിക്കും. പക്ഷെ ലോങ് ടൈം പ്ലാൻ എന്ന് പറയുന്നത് ഇത് വലിയൊരു പ്രശ്നമാണ്. ഏതാണ്ട് 100 വർഷമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ട്രംപ് 72 മണിക്കൂറിനുള്ളിൽ അംഗീകരിച്ചില്ലെങ്കിൽ വീണ്ടും ആക്രമിക്കൂ എന്ന് പറയുന്ന കഴുത്തിന് തൊട്ടു പിറകിൽ ഒരു തോക്കും കൊണ്ട് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയാൽ തീരുന്ന ഒരു പ്രശ്നമല്ല ഇത്. ഇത് വളരെ കാലങ്ങളെടുത്ത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന എന്ത് തരം സൊല്യൂഷനെയും ഇന്ററിം സൊല്യൂഷനെയും നമ്മൾ അന്താരാഷ്ട്ര സമൂഹം കൈനീട്ടി സ്വീകരിക്കാൻ തയ്യാറാകണം. കാരണം ഇനി ഒരു കുഞ്ഞുങ്ങളോട് മരിക്കാതിരിക്കട്ടെ, അവിടെ ആഹാരമാർഗം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ, ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് അവിടെ ധാരാളം ലഭിക്കേണ്ടതുണ്ട്, അതിനുള്ള സാഹചര്യം ഒരുക്കട്ടെ. ഇപ്പൊ ഇതിനകത്ത് ഇസ്രയേലിന്റെ നിലപാട് എന്തായിരിക്കുമെന്ന് അറിയാനായിട്ട് നമ്മൾ ഒത്തിരി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോഴെത്തിയ ആഹാരവുമായി എത്തിയ കപ്പലുകളെ, വെസലുകളെ അവർ തടഞ്ഞത് ഒരു ദിവസം മുമ്പ് മാത്രമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അത് ആയുധങ്ങളുമായി വന്ന വാഹനങ്ങളല്ലെന്ന് ആലോചിക്കണം. എന്നിട്ടും അതിനെ വരെ തടയുക, അതായത് ആഹാരം എത്തിക്കുകയും മരുന്നെത്തിക്കുകയും അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങളും ജീവിത സൗകര്യത്തിനും മറ്റ് അവശ്യ വസ്തുക്കളുമായി വന്ന കപ്പലുകളെ തടയുക എന്നുള്ളത് എത്ര ക്രൂരമായ നടപടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇസ്രയേലിന്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായ ഒരു പരിഹാരത്തിനും അവർ തയ്യാറല്ല. പക്ഷെ അതേസമയം ട്രംപിനെ സംബന്ധിച്ച് മുഖം മിനുക്കേണ്ടതുണ്ട്. ഇത് ട്രംപിന്റെ ഒരു മുഖം മിനുക്കൽ പരിപാടിയാണ്. പക്ഷെ അതിനും ട്രംപ് ചെയ്തിരിക്കുന്നത് 72 മണിക്കൂറിനുള്ളിൽ അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അവിടെ ഈ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പ്രതീക്ഷകളെ മറികടന്നുകൊണ്ട് ഹമാസിനെ ഭാഗികമായി അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഹമാസിന്റെ പക്ഷത്തു നിന്ന് ഈ പ്രശ്നം തീർക്കുന്നതിന് ഇപ്പോഴും തയ്യാറായിരുന്നു, ഇപ്പോഴും തയ്യാറാണ് എന്നുള്ള ഒരു നിലപാട് അവർ വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ശാശ്വതമായി ഡീമിലിറ്ററൈസ് ചെയ്യുക, ഇപ്പോ ഇസ്രയേൽ ഭരിക്കേണ്ടത് ആരാണ് എന്ന് ഹമാസ് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഗസ ഭരിക്കേണ്ടത് ആരാണെന്ന് പറയാനുള്ള യാതൊരു അവകാശം ഇസ്രയേലിനില്ല. ആ സ്ഥാനത്താണ് അവർ പറയുന്നത് ഹമാസ് അവിടുന്ന് സ്ഥാനം മുഴുവൻ ഡീമിലിറ്ററൈസ് ചെയ്യണം എന്ന് പറയുന്നത്. മാത്രമല്ല മറ്റൊരു സുരക്ഷാ സേന അവരുടെ ബോർഡർ സെക്യൂരിറ്റി വരണം. അതിന്റെ ഫോം എന്തായിരിക്കും, ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ഇത് ആരൊക്കെ ചേർന്നാണ്? ഇപ്പോ ശ്രീനിവാസൻ സാർ പറഞ്ഞത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. ഇതിന് രക്ഷാസമിതി, UN രക്ഷാസമിതിയുടെ അംഗീകാരത്തോടു കൂടി അല്ലാതെ ഇതിനകത്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അപ്പോ ഒരു വ്യക്തി എന്ന നിലയിൽ ഇദ്ദേഹത്തിന്റെ നൊബേൽ പ്രൈസിലൂടെ കണ്ണു നട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അത് മാത്രമല്ല ലോക സമൂഹം എതിരായി നിൽക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കി അമേരിക്കയുടെ ഒരു മുഖമിനുക്കൽ പരിപാടി മാത്രമായിട്ട് കാണാനുള്ളൂ. ഇത് ശാശ്വതമായ ഒരു പരിഹാരമല്ല. എങ്കിലും
ഇപ്പോൾ പെട്ടെന്നൊരു വെടിനിർത്തൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. അവർക്ക് ആഹാരം ലഭിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഹമാസ് അതിന് സ്വീകരിച്ചിട്ടുമുണ്ടോ എന്നുള്ളത് വളരെ പുരോഗമനപരമായി തന്നെ നമ്മൾ കാണണം എന്നാണ്. എന്ന് വെച്ചാൽ സജി, താങ്കൾ കാണുന്നത് ഒരു ഷോർട്ട് ടേം സീസ് ഫയർ ആയിട്ട് അവസാനിക്കും എന്നാണ്, അല്ലാതെ യുദ്ധം അവസാനിപ്പിക്കുക എന്നിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് റീബിൽഡ് പോലെയുള്ള ഘട്ടത്തിലേക്ക് കടക്കുക എന്നത് ഉടനെയും പ്രതീക്ഷിക്കേണ്ടതാണ്. നമ്മളിതിനെ ഒരു ഷോർട്ട് ടൈമും ലോങ് ടൈമും മീഡിയം ടൈമും ആയിട്ട് നോക്കിയാൽ ഷോർട്ട് ടൈമിന് റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാകും. വെടിനിർത്തലും ഹോസ്റ്റേജുകളെ അങ്ങോട്ട് കൈമാറലും അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റൻഷനിൽ വെച്ചിരിക്കുന്ന തടവുകാരെ ഇസ്രായേൽ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് സാധ്യമാണ്. അത് വരുന്ന ദിവസങ്ങൾ നടക്കും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീടാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത്തേതാണ് ഇവിടുത്തെ ശാശ്വതമായ ഒരു സഹോദരത്തിന് വേണ്ട സാഹചര്യം. അതിനൊരു സാധ്യതയുമില്ല, അതിനുള്ള ഒരു വഴികൾ മുമ്പോട്ട് വെച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ ആഴ്ച തന്നെ നെതന്യാഹു പറഞ്ഞ് നമുക്കറിയാമല്ലോ, ഇസ്രായേൽ എന്ന് പറയുന്ന പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പൊ പുതിയൊരു നേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് കൃത്യം ഒരു തർക്കത്തിലാണെങ്കിൽ ഒരു അതിർത്തി ഉണ്ടായിരിക്കുക, അവർക്കൊരു ഗവൺമെന്റ് ഉണ്ടായിരിക്കുക. ഇത് രണ്ടുമാണ് യുണൈറ്റഡ് നേഷൻസോ ഇല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം രാജ്യത്തെ അംഗീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ. ഇതെന്തായാലും അങ്ങനെയൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ ആളാണ് അപ്പുറത്തിരിക്കുന്നത്, ഇസ്രായേലിരിക്കുന്നത്. അതുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം ഒരു കാലത്ത് തൽക്കാലം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ വെച്ചിരിക്കുന്ന 20 പരിപാടിയിൽ ശാശ്വത പരിഹാരത്തിനുള്ള ഒരു ഫോർമുലയും ഇല്ല. എന്നാൽ താൽക്കാലിക പരിഹാരത്തിനുള്ളത് ഉണ്ട് താനും. അത് നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് നടക്കേണ്ടത് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, ഇതിനകത്ത് വളരെ പ്രധാനമാണ് അമേരിക്ക എന്ത് ചെയ്യാൻ പോകുന്നുള്ള കാര്യം. മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോൾ ഇത് സാധ്യതപ്രായമാകുമോ എന്ന ആശയക്കുഴപ്പം ഇവിടെയുണ്ട്. കാരണം അമേരിക്കയ്ക്ക് ഇത് അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ടോ? അമേരിക്കയ്ക്ക് ഗസയെക്കുറിച്ചുള്ള വേറെ പ്ലാനാണ്. അതിലെന്താണോ ഇസ്രായേലിൻ്റെ താല്പര്യം അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്ലാനാണ്. ശാശ്വതമായ സമാധാനം ഉണ്ടാക്കുക, ഫലസ്തീനുകളുടെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കുക, അവർക്ക് അവരുടെ രാഷ്ട്രവും അവർ ജനിച്ച മണ്ണും കൊടുക്കുക എന്നൊന്നും അമേരിക്കയുടെ പ്ലാനിലുള്ള കാര്യമല്ല. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി എന്തായിരിക്കും? ഇപ്പോൾ ഈ കുറച്ചു ദിവസത്തേക്ക് വെടിനിർത്തൽ നടപ്പിലാക്കുക എന്നതുകൊണ്ട് ഇസ്രായേലിന് നഷ്ടപ്പെട്ടിട്ടുള്ള അക്സെപ്റ്റൻസ് തിരികെ എടുക്കാൻ കഴിയുമെന്ന് അമേരിക്ക വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത എന്തുമാത്രമാണ്? ശ്രീ നിഷാദ്, എല്ലാ ദീർഘമായ യാത്രകളും തുടങ്ങുന്നത് ഒരു ചുവടുവയ്പിലാണ്. അതുകൊണ്ട് ശാശ്വതമായ സമാധാനം സാധ്യമാകണമെങ്കിൽ ഏതാനും ചുവടുവയ്പ്പുകൾ ഉണ്ടാവണം. ഇപ്പൊ കംപ്ലീറ്റ് സ്റ്റെയിൽമേറ്റിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഒരു ചുവടുവയ്പ് എന്നുള്ള നിലയിൽ, ഒരു പോസിറ്റീവ് ജസ്റ്റർ എന്ന നിലയിൽ വെടിനിർത്തൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഗാസയിലെ ജനങ്ങൾ സർവാത്മന ഇത് സ്വീകരിച്ചത്. അതുകൊണ്ടാണ്, കാരണം അവിടെ ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന ജനങ്ങളെ നമ്മൾ കാണുന്നു. എന്തുകൊണ്ടാണ് 66,000 പേരാണ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഗാസയിൽ പിടിഞ്ഞു മരിച്ചത്. അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളും നിസ്സഹായരായ ആളുകളുമാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഷോർട്ട് ടേം സൊല്യൂഷൻ തീർച്ചയായും ആവശ്യമുണ്ട്. ആ ഷോർട്ട് ടേം സൊല്യൂഷൻ എങ്ങനെയാണ് ലോങ് ടേം സൊല്യൂഷനേക്കും ആത്യന്തികമായ സമാധാനത്തിലേക്കും എത്തി നിൽക്കുന്നത് എന്നത് വിശദമായ ചർച്ചകളിലൂടെ തീരുമാനിക്കേണ്ട കാര്യമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗൺ പോയിന്റിൽ നിന്നുകൊണ്ട് ഒപ്പിട്ട് പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ല ഇസ്രയേലിന്റെയും പലസ്തീനയുടെയും വിഷയം. അതുകൊണ്ട് തീർച്ചയായും ഇസ്രയേൽ ഇന്നത്തെ നിലയിൽ സ്വതന്ത്ര പരമാധികാര പലസ്തീൻ എന്ന സങ്കല്പം അംഗീകരിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. പക്ഷെ ആത്യന്തികമായി ദർ ഇസ് എ ഗ്ലോബൽ കൺസെൻസസ്. ഇപ്പോൾ അത് ഐക്യരാഷ്ട്രസംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ നടന്ന ചർച്ചകളുടെ ഒരു ആകത്തുക നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രയേലിനോടൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയോടും ഇസ്രയേലിനോടും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് പാലസ്തീനിയൻ കോസിനെ ധൈര്യപൂർവ്വം എതിർക്കാൻ നിൽക്കുന്നത് 10ൽ താഴെ രാജ്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ദർ ഇസ് എ നിയർ ഗ്ലോബൽ കൺസെൻസസ്. 193 അംഗ ജനറൽ അസംബ്ലിയിൽ ഏതാണ്ട് 156 രാജ്യങ്ങളും പലസ്തീനിയൻ കോസിനോടൊപ്പമാണ് ആത്യന്തികമായി. അതായത് ദ്വിരാഷ്ട്ര പരിഹാരം മാത്രമാണ് അവശേഷിക്കുന്ന. അതാണ് ലോങ് ടേം പീസിനുള്ള ഏക ഉപാധി. പക്ഷെ ഇപ്പോൾ ഒരു തുടക്കം എന്ന നിലയിൽ വെടിനിർത്തൽ ആവശ്യമാണ്. അതിനുള്ള ഒരു ക്രിയാത്മകമായ നിർദ്ദേശം തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 ഫോർമുല. ഈ 20 പദ്ധതി എന്തുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്? അത് ന്യായമായ ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് പൂർണ്ണമായി അത് തത്വത്തിൽ അംഗീകരിക്കുമ്പോഴും ഹമാസ് എന്നത് പൂർണ്ണമായി ആയുധമുക്തമാക്കുക എന്നത് പറഞ്ഞാൽ പിന്നീട് ഹമാസ് ഇല്ല. കാരണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ബന്ദികളെ വിട്ടയക്കാൻ അവർ തയ്യാറാണ്. അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 20 ബന്ദികളെ ഒന്നിൽ ഒറ്റയടിക്കോ അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായോ വിട്ടയക്കേണ്ടി വരും, വിട്ടയക്കുകയും ചെയ്യും. അതിന് പകരമായി വലിയ നിലയിൽ ഇസ്രായേലിൽ നിന്നുള്ള ആളുകൾ വരും. 125 പേരോളമാണ്, 250 പേരാണ് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്നവർ. അതോടൊപ്പം 1700 സാധാരണ തടവുകാർ. അതുകൊണ്ട് വലിയൊരു നമ്പർ തിരിച്ച് ഗസയിലെ മണ്ണിലേക്ക് പലസ്തീനിയൻ ആളുകൾ തിരിച്ചു വരുമ്പോൾ തീർച്ചയായും ഹമാസിന് അഭിമാനിക്കാനുള്ള വകയുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള 2 വ്യവസ്ഥകൾ ഹമാസിന് അവസാനം കുറിക്കുന്ന വ്യവസ്ഥകളാണ്. അത് പൂർണ്ണമായി അംഗീകരിച്ചാൽ പിന്നീട് ഹമാസ് ഇല്ല. അതിലൊന്ന്, ഹമാസ് പൂർണ്ണമായി ആയുധം താഴെ വയ്ക്കണം.
ഹമാസ് ഇപ്പോൾ പറയുന്നത് ഇസ്രയേൽ പൂർണ്ണമായി പിൻവാങ്ങിയെങ്കിലല്ലാതെ സായുധമായി സംഘടിച്ചു നിൽക്കുന്നത് ഡീമിലിറ്ററൈസ് ചെയ്യുന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ല. രണ്ട്, പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, ഹമാസ് ഇതുവരെ ഗസയുടെ ചുമതല ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് കൂടിയാണ്, ഒരു ഭരണകൂടം തന്നെയായിരുന്നു. അതുകൊണ്ട് ഇനിയുള്ള ഭാവി ഡിസ്പെൻസേഷനിൽ അത് ഡൊണാൾഡ് ട്രംപ് എൻവിസേജ് ചെയ്യുന്ന ടെക്നോക്രാറ്റുകളുടെ ഒരു പലസ്തീനിയൻ ടെക്നോക്രാറ്റുകളുടെ ഒരു ഗ്രൂപ്പ്, അതിൽ ഹമാസിന് പങ്കാളിത്തം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ദ റെലവൻസ് ഓഫ് ഹമാസ് ഇസ് കംപ്ലീറ്റ്ലി ഗോൺ. അതായത് ഒരു മിലിറ്റന്റ് യൂണിറ്റ് എന്ന നിലയിലോ ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് എന്ന നിലയിലോ ഒരു വൈബ്രന്റ് യൂണിറ്റ് എന്ന നിലയിലോ ഹമാസിന് അസ്തിത്വമില്ലാത്തൊരവസ്ഥ. ഇത് ഇസ്രായേൽ അനുകൂലമാണ്. ഇസ്രായേൽ എക്കാലത്തും ആഗ്രഹിച്ച രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന്, ബന്ദിമോചനം നടക്കണം. രണ്ട്, ഹമാസിനെ അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഹമാസ് രഹിത, ഹമാസ് വിമുക്ത ഗാസ എന്ന ഇസ്രായേലിന്റെ സങ്കല്പം പൂർണ്ണമായി അംഗീകരിച്ചു കൊടുക്കുന്നതിന് തുല്യമാവും തീർച്ചയായും ഇങ്ങനെയൊരു പദ്ധതി പൂർണ്ണമായും ഹമാസ് അംഗീകരിച്ചാൽ. അതുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് സമയം ആവശ്യപ്പെടുകയാണ്. ഹമാസ് ഒരുപക്ഷെ പൂർണ്ണമായി ഈ ഡീലിനോട് പൂർണ്ണമായി മുഖം തിരിച്ചു നിന്നാൽ അത് ഒരു വളമാക്കി എടുത്തുകൊണ്ട് ഇസ്രായേലിന്റെ അതിശക്തമായ ആക്രമണം ഉണ്ടാവുകയും അമേരിക്ക ഉൾപ്പെടെ കണ്ടടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് സർവനാശമായിരിക്കും. ഇപ്പോഴത്തേതിനേക്കാൾ 10 മടങ്ങ് നാശനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് എന്തു വില കൊടുത്തും ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഷോർട്ട് ടേമിൽ അവിടെ സമാധാനം ഉണ്ടെങ്കിലേ പറ്റൂ. കാരണം അൾട്ടിമേറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഹമാസുമല്ല ഇസ്രായേലുമല്ല, ഗാസയിലെ ജനങ്ങളാണ്. 23 ലക്ഷം ജനങ്ങൾ, ഗാസയിലെ ജനങ്ങളാണ് അൾട്ടിമേറ്റ് സ്റ്റേക്ക് ഹോൾഡർ. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വെറുപ്പിക്കുന്ന ഒരു തീരുമാനമാവും. ഇപ്പോൾ ഹമാസ് ഇത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഗാസയിലെ സാധാരണ ജനങ്ങൾ പോലും ഒരുപക്ഷെ ഹമാസിനെതിരെ തിരിയുന്ന അന്തരീക്ഷം ഉണ്ടാകും. അത് ചെയ്യാൻ പാടില്ല. അവിടെയാണ് മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ റോൾ കൂടി നമുക്ക് അവലോകനം ചെയ്യാതെ ഇത് പൂർണ്ണമാവില്ല. ഈ മറ്റ് സ്റ്റേക്ക് ഹോൾഡർ, ഇസ്രായേൽ, ഹമാസ് ആൻഡ് പലസ്തീനിയൻ പീപ്പിൾ അല്ലെങ്കിൽ ഗാസയിലെ ആളുകൾ, ഈ 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ് കഴിഞ്ഞാൽ പിന്നീടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒന്ന് അറബ് രാജ്യങ്ങളാണ്. ഈ സിറ്റുവേഷൻ ഇവിടം വരെ, അതായത് പ്രത്യേകിച്ച് ഒരു പീസ് ഡീലിന് അനുരൂപമായ രീതിയിൽ സാഹചര്യം ഒരുക്കുന്നതിൽ അമേരിക്കയും അറബ് രാജ്യങ്ങളും ചേർന്ന ഒരു ചിന്താസരണിയുണ്ട്. ഇത് മറക്കാനാവില്ല. എക്കാലത്തും ഗാസയെ സംരക്ഷിച്ചു നിർത്തേണ്ട അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരന്മാരായ പലസ്തീനിയൻസിനെ സംരക്ഷിക്കേണ്ടത് അറബികളുടെ ധാർമ്മികമായ ചുമതലയാണ്. പലപ്പോഴും അതിന് കഴിയാതെ വന്നു. അറബി അനൈക്യമാണ് അതിനുള്ള കാരണം. അതുകൊണ്ടാണ് വളരെ അകലെയുള്ള അറബ് രാജ്യമല്ലാത്ത ഇറാന് ഇടപെടേണ്ടി വന്നത്. ആ ഒരു അർത്ഥത്തിലാണ്. ഇറാനാണല്ലോ ഈ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതികളെയും എല്ലാം ആയുധം അണിയിച്ചത് ഇറാൻ തന്നെയാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഇറാനെ മാറ്റി നിർത്തിക്കൊണ്ട് അറബി രാജ്യങ്ങൾ ഏതാണ്ട് ഒറ്റക്കെട്ടായി അറബി ഉച്ചകോടിയിൽ തീരുമാനിച്ചത് അങ്ങനെയാണ്. തീർച്ചയായും ഈ കോസിന് വേണ്ടി നിൽക്കുക, പലസ്തീനിയൻ കോസ് സജീവമായി തന്നെ നിലനിർത്തുക, ഇത് ആത്യന്തികമായി അവരുടെ ഒരു വലിയ ഒരു ആഗ്രഹമാണ്. പലസ്തീനിയൻ കോസ് തീരുന്നു എന്ന് ശ്രീ ടി.പി. ശ്രീനിവാസൻ അവിടെ നേരത്തെ ഉന്നയിച്ചൊരു കാര്യം തന്നെയാണ്. അതായത് അല്ല എങ്കിൽ സൗദി അറേബ്യ ഉൾപ്പെടെ ഇസ്രയേലുമായി അബ്രഹാമിക് കരാർ ഒപ്പിടുന്ന ആ നിമിഷം തന്നെ തീർച്ചയായും പാലസ്തീൻ കോസിന്റെ മേൽ അവസാന ആണിയായിരിക്കും. അതുകൊണ്ട് ആരും തന്നെ ഇനി പാലസ്തീൻ കോസിന് വേണ്ടി സംസാരിക്കാൻ ഉണ്ടാവില്ല എന്ന അവസരത്തിൽ നിന്നും ഓരോ അറബ് രാജ്യവും ഇപ്പോൾ പലസ്തീന് സ്വതന്ത്ര പരമാധികാര പലസ്തീൻ ആത്യന്തിക ലക്ഷ്യത്തിന് വേണ്ടി വിക്ടറി ഇതിനകം തന്നെ ഹമാസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതിന് മുൻപ് ഞാൻ MCA, ഇതിനകത്ത് ഞങ്ങൾ ബന്ധികളെ കൈമാറാം, നിങ്ങൾ അന്യായമായി തടവിൽ വെച്ചിരിക്കുന്നവരെ കൈമാറൂ, ഇത് നേരത്തെ തന്നെയും ഹമാസിനുള്ള പൊസിഷനാണല്ലോ. ട്രംപിൻ്റെ ഈ 20 പദ്ധതിയിലുള്ള സംഗതിക്ക് പുറമെ തന്നെ നേരത്തെ തന്നെ ഹമാസ് എടുത്തിട്ടുള്ള കാര്യമാണ്. പിന്നെ പൂർണ്ണമായും ഡിസാം ചെയ്യണം, ആയുധമുക്തരാവണം, അത് രാഷ്ട്രം സാധ്യമാകുമ്പോൾ നോക്കാവുന്ന കാര്യമാണ് എന്നാണല്ലോ മറുപടി. അല്ലാതെ ഞങ്ങൾ പൂർണ്ണമായും ആയുധമുക്തരാകാം എന്നവർ പറയുന്നില്ല. പിന്നെ ഫലസ്തീൻ ഭരിക്കുന്ന കാര്യം അത് പണ്ടും ഹമാസിന് നിർബന്ധം ഉണ്ടായിരുന്ന കാര്യമല്ലല്ലോ. അവർ സത്യത്തിൽ ഒരു പോരാളി സംഘമാണ്, അധികാരമോഹ സംഘമാണെന്ന് വിചാരിക്കാൻ വയ്യ അവരുടെ ചരിത്രം പരിശോധിച്ചാൽ. അതുകൊണ്ട് ഈ 20 നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണമായും ആൻറ്റി ഗസ നിർദ്ദേശങ്ങളാണ്. അവയെ പൂർണ്ണമായും ഹമാസ് അംഗീകരിച്ചു കീഴ്പ്പെട്ടു എന്ന മട്ടിലാണോ നമുക്കിത് വായിക്കാൻ പറ്റുക, ഈ എപ്പിസോഡ് വായിക്കാൻ പറ്റുക? നിഷാദ്, അങ്ങനെയല്ല. ഇതിൽ ആദ്യമായിട്ട് പറഞ്ഞൊരു കാര്യം, ഈ ബന്ദികളുടെ കൈമാറ്റത്തിന് തങ്ങൾ സന്നദ്ധമാണ്.
അതിനും അടിസ്ഥാനപരമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യം രൂപപ്പെടേണ്ടതുണ്ട്. അതാണ് യുദ്ധം അവസാനിപ്പിക്കുക, സൈനിക പിന്മാറ്റം നടക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നേരത്തെ തന്നെ ഔദ്യോഗികമായി തന്നെ ഹമാസ് മുന്നോട്ട് വെച്ചതാണ്. സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ച നിർദ്ദേശം അത് അംഗീകരിച്ചതാണ്. പക്ഷെ ആ ഘട്ടത്തിൽ ഒന്നും ഈ സൈനിക പിന്മാറ്റം നടക്കില്ല, ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന നിലപാട് തന്നെ ഇസ്രായേൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അത് അട്ടിമറിക്കപ്പെട്ടത്. ഇപ്പോൾ വീണ്ടും ഈ 20 ദിന പദ്ധതിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ നിർദ്ദേശം പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ ഒരുക്കമാണെന്ന് ഹമാസ് പറയുമ്പോൾ വളരെ തന്ത്രപരമായിട്ടുള്ളൊരു നീക്കം, ഒരു നിലപാടാണ് ഇതിൽ ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും, നിരായുധീകരണം, അതോടൊപ്പം തന്നെ യുദ്ധാനന്തര ഗസയുടെ ഭാവിയിലേക്കുള്ള ഭരണ സംവിധാനം, ഇക്കാര്യങ്ങളിലൊക്കെയും ചർച്ച വേണ്ടതുണ്ട്. കുറേ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. അവ്യക്തതകൾ ദൂരീകരിക്കണം എന്ന വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടിയുള്ള ഒരു ഫലസ്തീൻ സർക്കാർ, അത് ടെക്നോക്രാറ്റുകൾ പുറമെ നിന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കുമെന്ന് ഹമാസ് പറഞ്ഞിട്ടില്ല. ആ പ്രതികരണത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് ടെക്നോക്രാറ്റുകളും സ്വതന്ത്രമായിട്ടുള്ള ഫലസ്തീൻ നിരീക്ഷണ സമിതിയുടെ ഒരു സംവിധാനവുമായിട്ട് അതിൽ ഹമാസ് പോലും പങ്കാളിത്തം ഉണ്ടാകുമെന്ന് കൂടി ആ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ തുറന്ന ചർച്ചകൾക്ക് സന്നദ്ധമാണ്. ആ ചർച്ചയുടെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഈ ബന്ദികളുടെ കൈമാറ്റത്തിന് തങ്ങൾ ഒരുക്കമാണ്. അതുപോലും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടണമെന്ന് പറയുമ്പോൾ ഹമാസ് അവരുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് ഈ ഘട്ടത്തിൽ പറയുക സാധ്യമല്ല. പക്ഷേ ഈ ഉത്തരവാദിത്വം ഇസ്രായേലിനും അമേരിക്കക്കും അതോടൊപ്പം അറബ് മുസ്ലിം രാജ്യങ്ങൾക്കും അവരിലേക്ക് കൂടി ഈ ബാധ്യത വെച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ തന്ത്രപരമാണ് ഈ ഒരു സമീപനം. അതല്ലാത്തൊരു സമീപനം ഹമാസ് സ്വീകരിക്കുകയാണെങ്കിൽ ഈ കൊടും ക്രൂരത, വംശഹത്യ കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു നിലപാട് ചർച്ചകളിലൂടെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. പക്ഷേ നേരത്തെ നെതന്യാഹു വൈറ്റ് ഹൗസിൽ നിന്ന് തിരിച്ചു വന്ന ഘട്ടത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും പറഞ്ഞത് ഈ നിർദ്ദേശങ്ങളിൽ ഒരു ഭേദഗതിയും വരുത്താൻ ഒരു നിലക്കും തങ്ങൾ അനുവദിക്കുകയില്ല. എന്താണോ ഇപ്പോൾ മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതി അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുക. അതായത് നിരായുധീകരണവും ഒരു പുറമെയുള്ള ഒരു കൊളോണിയൽ ഭരണ സംവിധാനവും ഇതൊക്കെയും ഈ ഫലസ്തീൻ ജനത സഹിച്ചുകൊള്ളണം എന്നതായിരുന്നു നിലപാട്. ആ നിലപാടിനെയാണ് ഇപ്പോൾ ട്രംപ് തകിടം മറിച്ചിരിക്കുന്നത്. കാരണം ഹമാസിൻ്റെ പ്രതികരണം സുസ്ഥിരമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനം ഹമാസ് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഹമാസിൻ്റെ പ്രതികരണം സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കൂടുതൽ ഉത്തരവാദിത്തം അമേരിക്കക്കും അറബ് മുസ്ലിം രാജ്യങ്ങൾക്കും മധ്യസ്ഥ രാജ്യങ്ങൾ കൈമാറിയിരിക്കുകയാണ്. ഇനി ഇത് നടക്കണമെങ്കിൽ ഈ സമയത്ത് ജോയിൻ ചെയ്തതിനും ശരി. ശ്രീ ടി.പി. ശ്രീനിവാസൻ, ഇവിടെ ഒരു യുദ്ധവിജയം എന്ന് പറയുമ്പോൾ ആയുധങ്ങൾ കൊണ്ടുള്ള പോരാട്ടത്തിൽ ആര് ജയിക്കുന്നു, എവിടെ ആളുകൾ കൂടുതൽ മരിക്കുന്നു എന്നതുപോലെ അല്ലല്ലോ. ഹമാസ് ഒരു പോരാളി സംഘമാണ്. അവരിതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും ഒക്ടോബർ 7 ഓപ്പറേഷൻ നടത്തുമ്പോൾ. പക്ഷേ ഇസ്രായേൽ അങ്ങനെയല്ല. താങ്കൾ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഫലസ്തീൻ കോസിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഇസ്രായേൽ സർവ്വസ്വീകാര്യതയുള്ള ഒരു രാജ്യമായി മാറുക ലോകത്താകമാനം എന്ന നിലയ്ക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഉയർന്നുകൊണ്ടിരുന്ന ഒരു രാജ്യമാണല്ലോ. ഇന്ന് ആ രാജ്യത്തിൻ്റെ ആളുകൾ എവിടെ പോയാലും ആളുകൾ ഭ്രഷ്ട് വിളിച്ചു പറയുന്നു, അവരുടെ പതാകയെ അവമതിക്കുന്നു. അതിൻ്റെ പ്രധാനമന്ത്രി ലോകവേദിയിൽ പ്രസംഗിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇറങ്ങിപ്പോകുന്നു. അവർ വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്താൽ ഞങ്ങൾ കളിക്കില്ല എന്ന് മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. എല്ലായിടത്തും ആ രാജ്യം അവമതിപ്പ് നേരിടുകയാണ്. അതിൻ്റെ പ്രധാനമന്ത്രിക്ക് പോലും എന്താ പറയുക, തുറന്ന ആകാശപാതയിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത ഭയപ്പാട് വന്നിരിക്കുകയാണ്. സ്ട്രാറ്റജിക്കലി നോക്കിയാൽ ഒക്ടോബർ 7 ശേഷമുള്ള അടുത്ത ഒക്ടോബർ 7 എത്തുകയാണല്ലോ. അടുത്ത ചൊവ്വാഴ്ച നമ്മൾ ഒക്ടോബർ 7 വീണ്ടും എത്തി 2 വർഷം. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ നേരിടുന്ന പ്രതിസന്ധികൾ, യുദ്ധവിജയത്തിൽ അവർ ബോംബിട്ടു എന്നുള്ളതൊക്കെയാണ്. പക്ഷേ രാജ്യത്തിൻ്റെ അന്തസ്സും സ്വീകാര്യതയും ഉയർത്തുന്നത് പ്രതിസന്ധിയിലായ ഒന്ന്. 2, ഫലസ്തീൻ കോസ് ഇനി ഒരിക്കലും ഉയർന്നു വരരുത് എന്ന് അവരാഗ്രഹിച്ച ഒന്നാണ്. അതാ വീണ്ടും ലോകവേദിയിൽ അത് പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ആ നിലയ്ക്ക് നോക്കിയാൽ എവിടെയാണ് കൂടുതൽ ലോസ് ഉണ്ടായിരിക്കുന്നത്, ആർക്കാണ് വലിയ വിനാശം ഉണ്ടായിരിക്കുന്നത്? ടി.പി. ശ്രീനിവാസൻ. അത് നെതന്യാഹുവിന് തന്നെയാണ്. ലോകത്ത് ആരെങ്കിലും ഒരു റെജീം ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നെതന്യാഹുവിനെ പറ്റി തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ഇനി തുടരാൻ കഴിയുന്ന സാധ്യതകൾ വളരെ കുറവാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ധാരാളം അഭിപ്രായങ്ങൾ ഇസ്രായേലിൽ നിന്ന് വരുന്നു. ലോകം അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് അവിടെയാണ് പ്രശ്നം. അദ്ദേഹത്തിന് കഴിയണമെങ്കിൽ, അധികാരത്തിൽ കഴിയണമെങ്കിൽ ഈ ടൈഗറിനെ റൈഡ് ചെയ്താൽ മാത്രമേ കഴിയൂ. അത് വിടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി കൂടെയാണ് അദ്ദേഹം ഇങ്ങനത്തെ പലതരത്തിലുള്ള പ്ലാനുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത്. എങ്ങനെയെങ്കിലും ഇസ്രായേലിനുള്ളിൽ തന്നെ സമാധാനം സ്ഥാപിക്കുവാനും
അവിടെ അദ്ദേഹത്തിന് റെസ്പെക്റ്റബിലിറ്റി കിട്ടാനുമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം നോക്കുന്നത്. അതായത് യുദ്ധം അവസാനിപ്പിക്കാനോ പാലസ്തീൻ സ്റ്റേറ്റ് ആക്കാനോ. അവിടെയാണ് പ്രശ്നം. ലോകം മുഴുവൻ ആണ് പ്രതീക്ഷിക്കുന്നത്. ഇത് മാറിയാകും ഒരുപക്ഷെ ഒരു കുറെ കൂടെ റീസണബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇസ്രായേലിൽ വന്നാൽ ഒരുപക്ഷെ ഒരു പരിഹാരത്തിലേക്ക് നമുക്ക് നീക്കാൻ കഴിഞ്ഞു എന്ന് പറയാം. പക്ഷെ ഇസ്രായേലിന്റെ ഇന്നത്തെ സ്ഥിതി, നെതന്യാഹുവിന്റെ ഇന്നത്തെ സ്ഥിതി ഒരിക്കലും കൺസെഷന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന സ്ഥിതി അല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതിൽ ഏതൊക്കെ തരത്തിലുള്ള സമ്മർദ്ദം അമേരിക്കയെ സ്വാധീനിക്കുന്നുണ്ടാവുമെന്ന് സജി മാർക്കോസ്, ഇവിടെ ഗൾഫ് രാഷ്ട്രങ്ങളുടെ റോൾ എന്താണ് ഇപ്പോഴത്തെ ഈ സാധ്യതയെ പ്രയോജനപ്പെടുത്തുന്നതിൽ? ഈ 20 ദിന പരിപാടികൾ അംഗീകരിക്കുന്നതിനകത്ത് ഉള്ള ഒരു സ്റ്റേക്ക് ഹോൾഡറായിട്ട് തന്നെ ഈ അറബ് രാജ്യങ്ങൾ, സമീപ രാജ്യങ്ങളെ കാണാം. കാരണം മേഖലയിൽ സമാധാനം വരേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണല്ലോ. അതിന് വികസനത്തിനും നിക്ഷേപം വരുന്നതിനും മേഖലയിൽ ഒരു സമാധാനം ഉണ്ടായിരിക്കണം. പക്ഷെ അതിനകത്ത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതികരണത്തെ കുറിച്ച് പറയുന്നതിന് എനിക്ക് പരിമിതിയുണ്ട്. എങ്കിലും ഇവിടുത്തെ ജനവും ഭരണകൂടവും ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം അല്ലെന്നൊരു ആണ് എന്റെ അഭിപ്രായം. കാരണം ഭരണകൂടങ്ങൾ മിക്കതും അമേരിക്കയുടെ അഭിപ്രായങ്ങളോട് താല്പര്യപ്പെട്ട് നിൽക്കുമ്പോൾ, അവരുടെ നിലപാടുകളോട് യോജിച്ച് നിൽക്കുമ്പോൾ, ജനങ്ങൾ ഇവിടുത്തെ മിഡിൽ ഈസ്റ്റിലുള്ള ഏതാണ്ട് മുഴുവൻ ജനങ്ങളും തന്നെ പാലസ്തീനെ അനുകൂലമായ ഒരു നിലപാടെടുക്കുന്ന, ഇസ്രയേലിനെതിരായ ഒരു നിലപാടെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് മേഖലയിൽ സമാധാനം വരേണ്ടത് ഈ രാജ്യങ്ങളിലെല്ലാം ആവശ്യമാണ് എന്നുള്ള നിലയിലുള്ള ഒരു നിലപാട് മാത്രമേ ഗവൺമെന്റുകൾ എടുക്കുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതേസമയം അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ഇതിനെ ഹമാസ് അംഗീകരിക്കുകയും പൂർണ്ണമായ രീതിയിൽ അവർ ഡിസാം ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഇരു കൂട്ടരുടെയും ആവശ്യമാണ്, ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആവശ്യമാണ്. അതിന് പാർഷ്യലായി മാത്രമേ ഹമാസ് അംഗീകരിച്ചുള്ളൂ, പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. അവർ മറ്റൊരു ഫോഴ്സിനെ, ഇന്റർനാഷണൽ സിവിലൈസേഷൻ ഫോഴ്സ് ISF എന്ന് പറയുന്ന ഒരു ഫോഴ്സ് രൂപീകരിക്കുകയും അത് ഇസ്രയേലിന്റെ പാലസ്തീന്റെ സുരക്ഷിതത്വവും ബോർഡർ സെക്യൂരിറ്റിയും ഒക്കെ അവരെ ഏൽപ്പിക്കുമെന്ന് പറയും. അതിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും, അതിന് ആരൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക, അതെങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വളരെയേറെ ചർച്ചകൾ ഇനിയും പറയേണ്ടതായിട്ടുണ്ട്. ഇതേസമയം പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇപ്പോഴും അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ അഭയാർത്ഥികളുടെ റൈറ്റ് ടു റിട്ടേൺ ആണ്, തിരിച്ചു മടങ്ങി പോകാനുള്ള അവകാശമാണ്. അതാണ് ഈ പ്രശ്നത്തിന്റെ മൂല കാരണം. അത് ഇവിടെ ഒരിടത്തും അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിലും സത്വരമായി ചെയ്യേണ്ട കാര്യം വെടിനിർത്തലും ഹ്യൂമാനിറ്റേറിയൻ എയ്ഡും എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ അഡ്രസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ന് മറ്റ് രാജ്യങ്ങൾ അഭയാർത്ഥികളായി കഴിഞ്ഞ് നേർപകുതി പാലസ്തീനിയൻസിന് തിരിച്ചു പോകാനുള്ള അവകാശം ലഭിക്കണം. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഈ 20 ദിന പരിപാടിയിൽ എങ്ങും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യവും പറഞ്ഞത് ഇത് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും. ഞാൻ ചോദിക്കുന്നത്, താങ്കളുടെ പരിമിതി ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഈ അറബ് കൺട്രീസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൽ പ്രതികരിക്കുന്നതിൽ. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ നേരത്തെ പറഞ്ഞു അറബ് സ്ട്രീറ്റ് ഒന്നാകെ, അറബ് ജനത ഒന്നാകെ ഞങ്ങളുടെ സഹോദര രാഷ്ട്രം അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരിമാർ അവർക്ക് നീതി കിട്ടണം എന്നാഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ജനവികാരത്തെ അഡ്രസ്സ് ചെയ്യേണ്ട ബാധ്യത അറബ് അഡ്മിനിസ്ട്രേഷന് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അമേരിക്കൻ താല്പര്യവുമായിട്ട് മെച്ചപ്പെട്ട ഒരു റാപ്പോയിൽ പോകുന്നവരാണ് അവരെല്ലാവരും. അതിനെയും മാനിക്കേണ്ട ഒരു സാധ്യത അവരുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു പരിഹാര മാർഗത്തിനൊപ്പം മാത്രമേ അവർക്ക് നിൽക്കാൻ കഴിയൂ. ആത്യന്തികമായ ഫലസ്തീൻ രാഷ്ട്രമെന്ന ആശയത്തിന് വേണ്ടി അഗ്രസീവായി നിൽക്കാൻ കഴിയില്ല, എന്നാൽ ജനങ്ങളുടെ വികാരത്തെ മാനിക്കുകയും വേണം. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് അവസാനിക്കട്ടെ, ഈ ഒച്ചയും ബഹളവും നിൽക്കട്ടെ, ഈ വെടിയൊച്ച നിൽക്കട്ടെ, ആളുകളുടെ വിലാപം നിന്ന് കിട്ടിയാൽ മതി, പിന്നെ എന്തുമാവട്ടെ എന്ന മട്ടിലുള്ള ഒരു സമീപനമായിരിക്കുമോ ഈ അറബ് കൺട്രീസിൽ ഉണ്ടാവുക? അതെങ്കിൽ ശാശ്വത പരിഹാരത്തിന് ഒരു നിലയ്ക്കും സഹായകമാകുന്ന ഒന്നായിരിക്കില്ല എന്ന് പറയാൻ? ശാശ്വതമായ ഒരു പരിഹാരത്തിന് സഹായമാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു നിലപാട് മാറ്റത്തിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഇസ്രയേൽ ചെയ്ത ഏറ്റവും ബുദ്ധിമോശമായ ഒരു കാര്യമായി പോയി അവർ ഖത്തറിനെ ആക്രമിച്ചു എന്ന് പറയുന്നത്. അത് ഒരു മറ്റു പരമാധികാരി രാജ്യത്തെ അവർ ഒരിക്കലും ആക്രമിക്കാൻ പാടില്ലായിരുന്നു. അത്തരത്തിലുള്ള ഒരു ആക്രമണം ശരിക്കും ഇതുവരെ ഉണ്ടായിരുന്ന നിലപാടുകളിൽ നിന്ന് മാറ്റി ചിന്തിക്കുവാൻ ഈ മേഖലയിലുള്ള അറബ് രാജ്യങ്ങളുടെ നേതാക്കന്മാർക്ക് ഒരു കാരണമായി തീർന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആത്യന്തികമായ ഒരു നിലപാട്, കാരണം ഇവിടുത്തെ മിക്ക രാജ്യങ്ങളുടെയും സുരക്ഷ എന്ന് പറയുന്നത് അമേരിക്കയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അമേരിക്കക്കെതിരായ ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെതിരായ ഒരു നിലപാട് ഈ രാജ്യങ്ങൾ എടുക്കുമെന്ന് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ ഒരു നിർവാഹമില്ല. പക്ഷെ ജനങ്ങൾ അവർക്കെതിരാണ്. താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ജനങ്ങൾ തെരുവിലാണ്. ഈ ജനങ്ങളുടെ ശബ്ദം അവർക്ക് കേൾക്കാതിരിക്കാൻ കഴിയില്ല. ഇതെല്ലാം മൊണാർക്കാണ് ഭരിക്കുന്നതെങ്കിലും ഈ ജനങ്ങളുടെ ശബ്ദം അവർക്ക് കേൾക്കാതിരിക്കാൻ കഴിയില്ല. ലോക രാജ്യങ്ങളെതിരായിരിക്കുന്നു, അതിനുമേൽ മൗനമായിരിക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് താൽക്കാലികമായിട്ടാണെങ്കിലും ഈ രാജ്യങ്ങളിലെ ഭരണകൂടം പാലസ്തീനൊപ്പം മറ്റെന്ന് നടന്നതിനേക്കാൾ ശക്തമായി ഇപ്പോൾ പാലസ്തീനൊപ്പം നിൽക്കുകയും ഇസ്രായേലിനെതിരായി തീരുകയും അത് അമേരിക്ക ഒരു തലവേദനയായി തീരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. ശരി, ഇതിനകത്ത്
ഓക്കെ 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 അത് 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 അതിനകത്ത് അറബ് രാഷ്ട്രങ്ങളുടെ പരിമിതിയെക്കുറിച്ചും ഒപ്പം തന്നെ അവരുടെ സാധ്യതകളുടെ പരിമിതാവസ്ഥയെക്കുറിച്ചുമാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യവും. ഞാൻ വീണ്ടും ടി പി ശ്രീനിവാസൻ, ഇവിടെ ഇപ്പോൾ അമേരിക്കയ്ക്ക് പക്ഷേ അടിയന്തരമായ ഒരു ബാധ്യത അമേരിക്കയുടെ മുമ്പിലുണ്ടോ? അതായത് ഇസ്രായേലിനുമുള്ള അപഖ്യാതി ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ, ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവൂ. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ ബഹളം ഒന്ന് അവസാനിപ്പിച്ച് കൊടുക്കുകയും അവർ നേരിടുന്ന പ്രശ്നത്തെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുകയും വേണം എന്ന ഒരു അടിയന്തര സാഹചര്യം ഈ മണിക്കൂറിൽ അമേരിക്കയുടെ മുമ്പിലുണ്ടോ? അമേരിക്ക അതിനകത്ത് വർക്കൗട്ട് ചെയ്തേക്കുമോ? അല്ല, അതിനു മുമ്പായിട്ട് ഈ അറബ് രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളെ പറ്റിയുള്ള കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിലൊരു ടേണിംഗ് പോയിന്റ് വന്നത് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചപ്പോഴാണ്. കാരണം അത് ഒരു ഇമ്മോറൽ ആയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു. കാരണം ഈ ഹമാസ് അവിടെ പോയിരിക്കുന്ന സമാധാനം ചർച്ച ചെയ്യാനായിട്ടാണ്. അപ്പൊ അങ്ങനെ ആ അറിവ് അവരവിടെ ഉണ്ട് എന്നുള്ള അറിവ് ഉപയോഗിച്ച് അവരെ ആക്രമിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചതാണ് ഇസ്രായേൽ ചെയ്തത്. അത് അറബ് രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഷോക്ക് വളരെ കൂടുതലാണ്. പ്രസിഡന്റ് ട്രംപ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് ഹിസ് വേ ടു അവരെയൊക്കെ ഖത്തറിനെ ഒരു സെക്യൂരിറ്റി അദ്ദേഹം ഇങ്ങനെ ഇറക്കാണല്ലോ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്. ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ അതും പറയുന്നുണ്ട്. ഖത്തറിൽ ഏറ്റവും കൂടുതൽ അമേരിക്കൻ സോൾജേഴ്സ് ഉള്ള ഒരു സ്ഥലം. അപ്പൊ അതിന്റെ ഈ അഗ്രിമെന്റിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ അതൊക്കെ ചെയ്യേണ്ടി വന്നത് ഇസ്രയേൽ ചെയ്ത ഒരു വലിയ കുറ്റം തന്നെയാണ്. കാരണം ഖത്തറിനെ ആക്രമിച്ചത്, ഹമാസിനെ ആക്രമിച്ചതാണെങ്കിൽ പോലും അതൊരു വലിയ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് GCC കൺട്രീസ് പൊതുവെ ഒരു വ്യത്യസ്തമായ ഒരു ശക്തമായ നിലപാടാണ് എടുക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കക്ക് എന്താണ് അത്? പക്ഷെ നമ്മളൊരു അമേരിക്ക എന്ന് പറയാൻ പറ്റില്ല. പ്രസിഡന്റ് ട്രംപിന് എന്താണെന്നാണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അദ്ദേഹം ആരെയും കൺസൾട്ട് ചെയ്തിട്ടല്ല, സ്റ്റേറ്റ് സെനറ്റിനെയോ കോൺഗ്രസിനെയോ ഒന്നും കൺസൾട്ട് ചെയ്തിട്ടല്ലല്ലോ അദ്ദേഹം പരിപാടികൾ ഉണ്ടാക്കുന്നത്. അത് അദ്ദേഹത്തിന് താല്പര്യമുള്ളവരെ വിളിച്ച് ഉണ്ടാക്കിയിട്ട് നോബൽ പ്രൈസ് വാങ്ങാമെന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് ഇസ്രയേലിനെ രക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ പാലസ്റ്റൈൻ രാജ്യം ഉണ്ടാക്കണമെന്നോ ഒരു ആഗ്രഹമില്ല. ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല ഇതിനുള്ളത്, ഒരു ഓപ്പർച്യൂണിസമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ ഒരു ഗിൽറ്റ് കോംപ്ലക്സ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ റെസ്പെക്റ്റബിൾ ആയിട്ട് ലോകത്തിന് മുമ്പിൽ കാണണമെന്നോ അദ്ദേഹത്തിന് പ്രത്യേക ആഗ്രഹമൊന്നുമില്ല. ഈസ് ദ ബെസ്റ്റ് പ്രസിഡന്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹാസ് ഹാഡ് ആൻഡ് ദെയർഫോർ ഐ വിൽ ഡു ദീസ് തിങ്സ്. എന്നിട്ട് UN നല്ലൊരു ഓൾട്ടർനേറ്റീവ് അല്ല അദ്ദേഹം നൽകിയത്. UN മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല, ഞാൻ ഭരിച്ചുകൊള്ളാം എന്നാണ്. എന്നിട്ട് സെക്രട്ടറി ജനറൽ ഓഫ് ദ UN ഈസ് ടെല്ലിങ് ഹിം വി ആർ അറ്റ് യുവർ ഡിസ്പോസൽ മിസ്റ്റർ പ്രസിഡന്റ്. എന്താണ് അതിന്റെ അർത്ഥം? അത് അറ്റ് ഡിസ്പോസൽ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. പിന്നെ ഐക്യരാഷ്ട്ര സംഘടനയിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ അവിടെ സെക്യൂരിറ്റി കൗൺസിൽ വേണം. സെക്യൂരിറ്റി കൗൺസിൽ വീറ്റോ ചെയ്യാതിരിക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്കില്ല. കാരണം പെർമനന്റ് മെമ്പേഴ്സാണ് യുദ്ധം ചെയ്യുന്നത്. ഒരു പെർമനന്റ് മെമ്പർ യുക്രൈനുമായിട്ട് യുദ്ധം ചെയ്യുന്നു, മറ്റൊരു പെർമനന്റ് മെമ്പർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊന്നും ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടറിലൊന്നും പറഞ്ഞ് വിശ്വസിക്കാൻ പോലും കഴിയാത്ത കാര്യം. അപ്പൊ അതുകൊണ്ട് അതൊന്നും പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ ഫോറം റിഫോം ചെയ്യാനോ ഒന്നും പ്രസിഡന്റ് ട്രംപിന് താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു സീസ് ഫയർ ഉണ്ടാക്കുക, എന്നിട്ട് നേരെ ഓസ്ലോയിലേക്ക് പോവുക, നോബൽ പ്രൈസ് സമ്മാനം മേടിക്കുക എന്നുള്ളൊരു മട്ടാണ് അദ്ദേഹത്തിനുള്ളത്. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പം ഗസയുടെ കാര്യത്തിൽ ഇസ്രായേൽ അതിൻ്റെ പരമാവധിയിൽ ആക്രമിച്ചു കഴിഞ്ഞുവല്ലോ. ഇനിയിപ്പോൾ മാരകമായി വീണ്ടും ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ ചെയ്യാനൊന്നുമില്ല. 85% കെട്ടിടങ്ങൾ തകർത്ത് കഴിഞ്ഞു. ആൾക്കാരെ മുഴുവൻ ഭവൻരഹിതരാക്കി കഴിഞ്ഞിരിക്കുന്നു. ആളുകൾക്ക് മാന്യമായ ഭക്ഷണമില്ല, ഒന്നുമില്ല. ആളുകൾ ഇനി അങ്ങോട്ട് മാരകമായ ആക്രമണം എന്നും പറയാനില്ല. കാരണം നരകം കണ്ടു കഴിഞ്ഞവരാണ് ആ മനുഷ്യർ. ഞാൻ ചോദിക്കുന്നത്, ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ചെയ്യാനുള്ളതിൻ്റെ മാക്സിമം ഗസയിൽ ചെയ്ത് കഴിഞ്ഞില്ലേ? ഇനി അടുത്ത ലക്ഷ്യം എന്താണ്? അത് മൊത്തം അനക്സ് ചെയ്യുക, അല്ലെങ്കിൽ അത് മൊത്തം റിസോർട്ടിനെ പറ്റിയ ഭൂമികയാക്കി മാറ്റുക? അതൊന്നും ഇപ്പോൾ സാധാരണ നിലയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അവിടെ ചെയ്യാനുള്ളതൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ എന്താണ് ബാക്കി? ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇസ്രായേലിന് ചെയ്യാവുന്നതിന്റെ പരമാവധി 101% ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇസ്രായേലിന്റെ പ്രഖ്യാപിതമായ 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ബന്ദികളെ തിരിച്ചെത്തിക്കുക. ഈ മുൻപ് നടന്ന 2 വെടിനിർത്തൽ ആ സമയത്ത് മാത്രമാണ് ജീവനോടുകൂടി ബന്ദികളെ ഇസ്രായേലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. 100ഓളം ബന്ദികളെ എത്തിക്കാൻ കഴിഞ്ഞു. അത് ബലപ്രയോഗത്തിലൂടെ ഒരു ബന്ദിയെ പോലും ഇസ്രായേലിന് സ്വന്തം നാട്ടിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഇവിടെ പ്രത്യേകമായി അടിവരായിട്ട് പറയേണ്ടി വരും. രണ്ടാമത്തേത്, ഈ ഇസ്രായേൽ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. ഹമാസിനെ
കംപ്ലീറ്റായി എലിമിനേറ്റ് ചെയ്യുക. ഇനി ഒരു ഹമാസ് ഉണ്ടാവരുത്. ഒരു ബലപ്രയോഗത്തിലൂടെ അത് സാധ്യമാവും. അത് പല ആവർത്തി ഇസ്രായേൽ ശ്രമിച്ചു. ഇപ്പോൾ ഇതാ ഗാസ സിറ്റി ഏതാണ്ട് പൂർണ്ണമായി എൻസർക്കിൾ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഹമാസിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. പക്ഷേ പൂർണ്ണമായും ഹമാസ് മേ ബി ഡൗൺ ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി ഔട്ട്. ആ ഘട്ടത്തിലാണ്. അതുകൊണ്ട് ഹമാസ് എന്നത് ഒരു സംഘടനയാണ്, ഒരു വലിയ രീതിയിലുള്ള ബലപ്രയോഗം നടത്തുന്ന, ഇസ്രായേലിനെതിരെ ബലപ്രയോഗം നടത്തിയ ഒരു സംഘടനയാണ്. പക്ഷേ ഹമാസ് ഒരു ആശയം കൂടിയാണ്. ആ ആശയത്തെ പൂർണ്ണമായി ഇസ്രായേലിന് എലിമിനേറ്റ് ചെയ്യാനാവില്ല. കാരണം ഹമാസ് എന്ന സംഘടനയെ ഒരുപക്ഷെ ബലപ്രയോഗത്തിലൂടെ ക്ഷയിപ്പിക്കാൻ സാധിച്ചേക്കാം. ഉന്നത നേതൃത്വത്തെ യഹിയ സിൻവാറിനെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റ് ഉന്നത നേതാക്കളെല്ലാം തന്നെ വധിച്ചു കഴിഞ്ഞു. പക്ഷേ ആ സംഘടന ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ പൂർണ്ണമായി ആ ഹമാസ് എന്ന ആശയത്തെ പൂർണ്ണമായി അവസാനിപ്പിക്കാനാവില്ല എന്നത് തെളിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇസ്രായേലിനെ അവശേഷിക്കുന്ന ഒരു കാര്യം പൂർണ്ണമായ ഡിസ്ട്രക്ഷനാണ്. ആ പൂർണ്ണമായ ഡിസ്ട്രക്ഷന് ലോകം അങ്ങനെ കൈ കെട്ടി നിൽക്കില്ല. ഇപ്പോൾ തന്നെ ലോകത്തിന്റെ പൊതുജന അഭിപ്രായം, മനസാക്ഷി വൻതോതിൽ ഇസ്രായേലിനെതിരെ ഉണർന്നു കഴിഞ്ഞു. അതുകൊണ്ട് വളരെ പ്രായോഗികമായി ഇസ്രായേൽ ചിന്തിച്ചു, ആകെ അവശേഷിക്കുന്ന മാർഗം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ ദൂതനായി അവതരിക്കാൻ ട്രംപിന് അവസരം കൊടുക്കുക. ആ സമാധാന ഫോർമുല തങ്ങൾ കൂടി അംഗീകരിക്കുന്ന രീതിയിൽ അത് നടപ്പാക്കിയെടുക്കുമ്പോൾ ട്രംപിന് നോബൽ സമ്മാനം ലഭിക്കുന്നെങ്കിൽ ലഭിച്ചോട്ടെ. ഈ 3 ദിവസങ്ങൾ 3 ഡേറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി വരാൻ പോകുന്ന ഈ ആഴ്ചയുള്ള 3 ഡേറ്റുകളാണ്. ഒന്ന്, ഞായറാഴ്ച, അതായത് നാളത്തെ ദിവസം അമേരിക്കൻ സമയം വൈകുന്നേരം 5 മണി. ഇതാണ് ട്രംപ് കൊടുത്ത ഡെഡ്ലൈൻ. അതിനു മുൻപ് ഹമാസും ഇസ്രയേലും തന്റെ പീസ് പ്രപ്പോസൽ അംഗീകരിച്ചിരിക്കണം. അല്ല എങ്കിൽ വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും എന്നത് ഇസ്രയേലിനെ നോക്കിയല്ല, മറിച്ച് ഹമാസിനെ നോക്കി അമേരിക്ക നൽകുന്ന ഒരു ത്രെട്ടാണ്. ആ ഡേറ്റ് വളരെ പ്രധാനമാണ്. അതിനു മുൻപ് തന്നെ ഇപ്പൊ തത്വത്തിൽ ഇസ്രയേൽ അംഗീകരിച്ചു കഴിഞ്ഞു. ഹമാസ് വിത്ത് സഡൻ റിസർവേഷൻസ് ഈ പദ്ധതി ഒരുപക്ഷെ ബന്ദികളെ കൈമാറ്റം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു. അപ്പൊ അതിന് നമുക്ക് ആശ്വസിക്കാം. പിന്നീടുള്ള ഡേറ്റ് ഒക്ടോബർ 7 ഒക്ടോബർ 7 2 വർഷം തികയാണ്. ഒക്ടോബർ 7 2025 ആകുമ്പോൾ 2 വർഷം ഈ ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന് 2 വർഷം തികയാണ്. ആ ഡേറ്റിൽ ഒരു പ്രഖ്യാപനം നടത്തണമെന്നാണ് ട്രംപ്. ഇതാ ഞാൻ സമാധാനം കൊണ്ടുവന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ അതിന് സാധിക്കുകയും ചെയ്തേക്കാം. മൂന്നാമത്തെ ഡേറ്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ പ്രാധാന്യമുള്ള ഒരു ഡേറ്റാണ്. അത് ഒക്ടോബർ മാസം 10-ാം തീയതിയാണ്. അന്നാണ് സ്വീഡിഷ് സമാധാന കമ്മിറ്റി അല്ലെങ്കിൽ നൊബേൽ കമ്മിറ്റി സമാധാന പ്രൈസുകൾ പ്രഖ്യാപിക്കാനായി ഒത്തുകൂടുന്ന ദിവസമാണ്. തന്റെ പേര് അവിടെ അവരുടെ ഗുഡ് ബുക്സിൽ ഉണ്ടാവണം എന്ന് ട്രംപ് ആഗ്രഹിക്കുന്നത് ആ ദിവസമാണ്. അതിലേക്ക് എത്തിച്ചു നിർത്താൻ ഇനിയുള്ള മണിക്കൂറുകളിൽ ഭഗീരഥ പ്രയത്നം അമേരിക്ക നടത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹമാസ് പൂർണ്ണ മനസ്സോടുകൂടി ഈ പീസ് പ്രപ്പോസൽസ് അംഗീകരിക്കുകയും അതിന് റോഡ് മാപ്പ് കൊണ്ടുവരികയും ചില ഉറപ്പുകൾ, വിശാല പലസ്തീൻ എന്ന അർത്ഥത്തിൽ ചില ഉറപ്പുകൾ കൂടി വേണ്ടതുണ്ട്. ആ ഉറപ്പിന്റെ ഭാഗമായി നമ്മൾ ഇതുവരെ അധികം സംസാരിക്കാത്ത 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഒരു യുദ്ധം കഴിയുമ്പോൾ നാശനഷ്ടങ്ങളുടെ ചെലവുകൾ എടുക്കുമ്പോൾ അത് അമേരിക്ക വഹിച്ചുകൊള്ളും, അറബ് രാജ്യങ്ങൾ വഹിച്ചുകൊള്ളും എന്നല്ല. ആരാണോ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് ആ ആളുകൾക്ക് അത് വഹിക്കാൻ ഭാഗികമായിട്ടെങ്കിലും ഒരു ചുമതലയുണ്ട്. അതാണ് ഒരു യുദ്ധത്തിന്റെ അവസാനം കുറിക്കുന്നത്. 2, യുദ്ധത്തിൽ ചില കുറ്റകൃത്യങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കും. ആ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ആരാണ് ഉത്തരം പറയുക? അപ്പൊ യുദ്ധ കുറ്റവാളി എന്ന രീതിയിൽ ഇസ്രായേലിനെ വിചാരണ ചെയ്യാൻ ഒരുപക്ഷെ പറ്റില്ലായിരിക്കും. പക്ഷേ ഏത് രൂപത്തിലാണ് ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടത്? അത് 2ാമത്തെ ചോദ്യമാണ്. ഇതൊക്കെ ഹമാസ് ഉന്നയിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ്. 3ാമത്തെ ഒരു പ്രശ്നം അതിനേക്കാൾ സങ്കീർണമാണ്. ഒരു ജനാധിപത്യ പ്രക്രിയ, സ്വന്തം ജനത, ഹമാസ് എന്നത് വിട്ടോളൂ, ഹമാസോ മറ്റേ സംഘടനയെ വിട്ടോളൂ, പക്ഷേ അവിടുത്തെ പലസ്തീനിയൻ ജനതയ്ക്ക്, അതായത് ഗാസയിലെ പലസ്തീനിയൻ ജനതയ്ക്ക് സ്വയം നിർണയാവകാശം, അവർക്ക് അവരുടെ ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ, തെരഞ്ഞെടുക്കാൻ യാതൊരു അവകാശവും ഇല്ലാത്ത രീതിയിൽ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭരണ സംവിധാനം, ഇന്ത്യയിലുമാണെങ്കിൽ പോലും ഒരു ഭരണ സംവിധാനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഏത് തരത്തിലുള്ള ജനാധിപത്യ പ്രക്രിയയാണ് ഉണ്ടാവുക? അതുമാത്രമല്ല വിശാല പലസ്തീൻ എന്നത് പൂർണ്ണമായും ഫ്രീസറിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥ വരും. കാരണം ഇത് ഗാസ ഡീല് മാത്രമാണ്. ഇവിടെ പലസ്തീൻ എന്ന വിഷയമേ പറയുന്നില്ല. കഴിയുന്നില്ല എന്ന പ്രശ്നം താങ്കൾ ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുകയാണ്. ടി പി ശ്രീനിവാസൻ, ഇപ്പോൾ ഇന്ത്യ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി മോദി അമേരിക്ക സമാധാനം സാധ്യമാക്കാൻ നടത്തുന്ന ഇടപെടലുകളെ ആത്മാർത്ഥമായി കണ്ട് ഒരു ട്വീറ്റ് ചെയ്യുന്ന നില കണ്ടല്ലോ. അതായത് അമേരിക്കയുടെ ഈ കാര്യത്തിലുള്ള കമ്മിറ്റ്മെന്റിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു എന്ന മട്ടിൽ ഇന്ത്യ ഇതിനെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആയിട്ട് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അതൊക്കെ അമേരിക്കയ്ക്ക് മേലുണ്ടാവുന്ന ചില സമ്മർദ്ദങ്ങളാണോ ഇനിയിപ്പോൾ ആ ഡീലിനകത്ത് സ്റ്റിക്ക് ചെയ്യാൻ?
പക്ഷെ നമുക്ക് ഇവിടെ ഒരു റോൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇസ്രായേലിനോട് നല്ല നല്ല ബന്ധമാണ്, പക്ഷെ അതവരുടെ പാലസ്റ്റീൻ പോളിസി നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. അറബ് രാജ്യങ്ങളോട് നമുക്ക് വളരെ അടുപ്പമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയിൽ പണ്ട് മുതലേ പലരും ചോദിക്കാറുണ്ട് ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇടപെട്ടുകൂടാ. ഇടപെടാൻ സാധ്യമല്ല. അങ്ങനത്തെ ഒരു സ്ഥിതിക്ക് ശേഷമാണ് അവിടെ നമ്മൾ ആദ്യത്തെ ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സിനെ എതിർത്ത് ഈജിപ്തിനെ പുറത്താക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു ഓൺലൈൻ സമ്മിറ്റ് ഇൻ ഹവാന. എല്ലാ അറബ് രാജ്യങ്ങളും റെക്കമെൻഡ് ചെയ്തു ഈജിപ്ത് ഷുഡ് ബി എക്സ്പെൽഡ് ഫ്രോം ദി നോൺ അലൈൻ. ഇന്ത്യയും യുഗോസ്ലാവിയയും ക്യൂബയും അൾജീരിയയും കൂടെ ചേർന്ന് അത് നടക്കാതെ പോയത്. അത്രയ്ക്ക് പ്രയാസമുള്ള ഒരു സംഗതിയാണ് ഇത്, അറബ് യൂണിറ്റി എന്ന് പറയുന്നത്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നോ. അപ്പോൾ അതിലേക്ക് ഇന്ത്യക്ക് ഇടപെടാൻ യാതൊരു താല്പര്യവും കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ സപ്പോർട്ട് ഒരു മോറൽ സപ്പോർട്ട് മാത്രമായിരിക്കും. നമ്മൾ ഇതിനകത്തൊന്നും ഇൻവോൾവ് ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, മിസ് സജി, ഇപ്പോൾ ഇതിനകത്ത് ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ അത് ഡിസാം ചെയ്യുക, അത് പിൻവാങ്ങുക, ഭരണത്തിൽ നിന്ന് അതിനെ മാറ്റുക എന്നതുവഴി എല്ലാം നേടാം എന്ന് വിചാരിക്കുന്നതിലെ ഒരു അയുക്തികത എന്തുമാത്രമാണ്? ഹമാസ് സത്യത്തിലൊരു ഐഡിയോളജി അല്ലേ, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ? കാരണം ഇസ്രായേൽ സ്വതന്ത്ര രാഷ്ട്രാവകാശത്തിന് മേൽ നടത്തുന്ന അതിക്രമങ്ങളെ കണ്ട് വളരുന്ന ജനങ്ങളാണ് ഏതെങ്കിലും വിധത്തിലൊരു ഫ്രീഡം ഫൈറ്റേഴ്സായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു 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 മൂടുള്ള ആൾക്കാരായിട്ട് മാറുക. അതിന് ഒരു തവണ അതിന് ഹമാസ് എന്നായിരിക്കാം പേര്, നാളെ വേറെ ആയിരിക്കാം. അതുകൊണ്ട് ഈ ആളുകളുടെ സ്വാതന്ത്ര്യമോഹത്തെ ഇല്ലാതാക്കാം, ഹമാസിനെ ഇല്ലാതാക്കുക വഴി എന്ന് വിചാരിക്കുന്നതിലെ ഒരു മൗഢ്യം എന്തുമാത്രമാണ്? ഈ പ്രശ്നം ഉണ്ടാകുന്ന കാലത്ത് ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടനയില്ല. അതിനുശേഷം, അതായത് ഈ ഇസ്രയേലിന്റെ അധിനിവേശം തുടങ്ങുന്ന കാലത്തോ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്ന കാലത്തോ ഹമാസ് പറയുന്ന ഒരു സംഘടനയില്ല. നാളെ ഹമാസ് ഇല്ലാതായി തീർന്നാലും ആ പ്രശ്നം നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് ഇല്ലാതായി തീരുന്നില്ല. ഇതൊരു ആശയമാണ്. സ്വതന്ത്രമായി ജീവിക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹത്തിന്റെ മേലാണ് ഇസ്രയേൽ കടന്നുകയറ്റം നടത്തുന്നത്. അവരുടെ മണ്ണ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ആ ജനങ്ങളെ അവിടുന്ന് ഓടിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഹമാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് യാതൊരു പ്രസക്തിയും ഇവിടെ ഇല്ല. പലസ്തീനികൾക്ക് അവിടെ സ്വതന്ത്രമായി ജീവിക്കാൻ, അഭിമാനത്തോടെ മരിക്കാൻ ഉള്ള ഒരു സാവകാശം കിട്ടുന്നിടത്തോളം കാലം ഈ പ്രശ്നം നിലനിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഇസ്രായേലിന്റെ ആവശ്യമായിരിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല. ഇതൊരു ആശയമാണ്. മനുഷ്യന്റെ ജനാധിപത്യ ബോധമുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിക്കാനുള്ള ആഗ്രഹത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാണ് നടക്കുന്നത്. അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകാത്തിടത്തോളം കാലം ഈ പ്രശ്നം തീരെയില്ല. അതുകൊണ്ട് ഹമാസ് എന്ന് പറയുന്നതിന് ഈ പിക്ചറിൽ ഇപ്പോൾ റിലവൻസ് മാത്രമേ ഉള്ളൂ. അതിനുശേഷമോ അതിനു മുൻപോ ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവരുണ്ടാകുന്നതിന് മുൻപേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. ഇനി നാളെ അവരില്ലാതായി തീർന്നാൽ ഈ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ എന്താണ് ഇതിന്റെ കോർ ഇഷ്യൂ എന്നുള്ളതിനെ അഡ്രസ് ചെയ്യുക. ഇസ്രയേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കുക. പക്ഷെ അതങ്ങനെ എളുപ്പം സാധ്യമാണോ? അവർ പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഗസയിൽ ഒരു പ്രശ്നം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ പ്രശ്നം ഗസയിൽ മാത്രമല്ല, വെസ്റ്റ് ബാങ്കിൽ മാസീവായിട്ടുള്ള എക്സ്പാൻഷൻ അവർ നടത്തി കഴിഞ്ഞു. ആ സ്ഥലങ്ങളെല്ലാം വിട്ടുകഴിഞ്ഞിട്ട് നാളെ ഇസ്രയേലിൽ പോകാൻ കഴിയില്ല. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം അവർ ഇൻ പ്ലേസ് ആണ്. അതിനുപേക്ഷിച്ച് അവർക്ക് പോകാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട പാലസ്തീനികൾക്ക് തിരിച്ചു വരാനും സമാധാനത്തോടെ സഹവർത്തിത്വം നടത്താനും പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുക എന്ന് പറയാൻ സമീപ ഭാവിയിൽ ഉണ്ടാകുന്ന കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി ഞാനൊരു ദ്വിരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്ന ഒരാളല്ല എന്ന് പറയാൻ സാധ്യമല്ലെന്ന് കരുതുന്നതാണ്. ഇതൊരു ഒറ്റ രാജ്യമായി തീരുക, ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആകുക. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സയനിസ്റ്റ് രാജ്യം അല്ലാതായി മാറുക, അതൊരു ജൂയിഷ് സ്റ്റേറ്റ് അല്ലാതായി മാറുക. അതിനുശേഷം എന്ത് പേര് വിളിച്ചാലും, ഇസ്രായേൽ എന്ന് പേര് വിളിച്ചാലും ശരി, ഗസ എന്ന് പേര് വിളിച്ചാലും, വെസ്റ്റ് ബാങ്ക് എന്ന് പേര് വിളിച്ചാലും, ഇവർ ഒരുമിച്ച് താമസിക്കുന്ന ഒരൊറ്റ രാജ്യമായി തീരുകയല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. കാരണം താങ്കൾ ആ കാര്യത്തിൽ കാണുന്ന ഒരു പരിഹാര മാർഗം എന്നാണ്. എന്തായാലും ഈ 20 പരിഹാര ഫോർമുല എങ്ങനെ വർക്ക് ചെയ്യും, അതിനകത്ത് അമേരിക്ക ആത്മാർത്ഥത കാണിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഞാനത് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സജി. ഒപ്പം തന്നെ ശ്രീ ടി പി ശ്രീനിവാസൻ, ഒപ്പം ശ്രീ മോഹൻ വർഗീസ് ഈ ചർച്ചയുടെ ഭാഗമായതിന്.